അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു നിർത്തിയതിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന മേഖല എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഡെമോക്രസി, ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ രൂപം കൊണ്ടത് എന്ന കാര്യങ്ങൾ നോക്കുന്നു. നമ്മുടെ കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് നടന്ന സാമൂഹ്യ സമരങ്ങള്, അതേപോലെ രാഷ്ട്രീയ സമരങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇന്ന് നമ്മൾ കടക്കുന്ന മേഖല എന്ന് വെച്ചാല് സ്വാതന്ത്ര്യാനന്തര കേരളം, അവിടെ ഉണ്ടായ മാറ്റങ്ങള്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യാനന്തര കേരളം എന്ന് പറയുമ്പോൾ കേരളമാണ് നമ്മൾ പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് നമുക്ക് ഇവിടെ 3 മേഖലകളാണ് ഉണ്ടായിരുന്നത്, അല്ലെ? ആ 3 മേഖലകൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മേഖല എന്താണ്? നമുക്കുണ്ടായിരുന്നത് തിരുവിതാംകൂർ ഉണ്ടായിരുന്നു, അതേപോലെ കൊച്ചി ഉണ്ടായിരുന്നു, പിന്നെയോ മലബാർ. ഇങ്ങനെ 3 മേഖലകളായിട്ടായിരുന്നു നമ്മുടെ ഈ നാട് തരംതിരിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 3 നാട്ടിലും ജനകീയപരമായ ഒരു അധികാരം കൈമാറ്റം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ജനകീയ അധികാര കൈമാറ്റങ്ങൾ എപ്രകാരമാണ് സംഭവ്യമായത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം. അപ്പൊ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു നാട്, ആ നാട്ടിലെ ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട ഒരവസ്ഥാ വിശേഷം, അതായത് 1956 നവംബർ മാസം 1-ാം തീയതി നമ്മൾ കാണുന്ന കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ട ആ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്കറിയാം, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും യോജിച്ചാണ് അല്ലെങ്കിൽ ലയിച്ചു ചേർന്നിട്ടാണ് കേരളം എന്നുള്ള സംസ്ഥാനം 1956 രൂപം കൊണ്ടത്. അപ്പോൾ ഈ 3 പ്രദേശങ്ങളിലെയും ജനാധിപത്യ പ്രക്രിയകൾ എപ്രകാരമായിരുന്നു എന്ന് അറിയേണ്ടുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിൽ ആദ്യമായി നമ്മൾ നോക്കിയാൽ നമ്മുടെ തിരുവിതാംകൂറിനെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, തിരുവിതാംകൂറിലെ ജനാധിപത്യപരമായ ആ പ്രക്രിയകൾ എന്ന് ആരംഭിച്ചു, എങ്ങനെ ആരംഭിച്ചു എന്നീ കാര്യങ്ങൾ നമ്മളൊന്നും അറിയണം. അങ്ങനെ നോക്കിയാൽ 1888 എന്ന ഒരു വർഷമുണ്ട്. 1888. ഈ 1888ന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ആ വർഷമാണ് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരില് ആദ്യമായിട്ട് ഒരു ജനകീയ സഭ ഇവിടെ വരുന്നത്. അതായത് 1861 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്. നിയമത്തിന്റെ പേരാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്ന നിയമം. ആ ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ പറഞ്ഞ കാര്യം എന്താണ്? ജനാധിപത്യ പ്രക്രിയ ഇവിടെ നടപ്പിലാക്കണം, അതുകൊണ്ട് ഭരണത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് എല്ലാ ഭൂപ്രദേശങ്ങളിലും, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രദേശങ്ങളിലും നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന പ്രദേശങ്ങളിലും 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് എവിടെയും എത്തി, തിരുവിതാംകൂറിലും എത്തി. അങ്ങനെ നാട്ടുരാജ്യം 675ഓളം 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു നാട്ടുരാജ്യമാണ് തിരുവിതാംകൂറിൽ, നമ്മുടെ തിരുവിതാംകൂർ എന്നുള്ള നാട്ടുരാജ്യം. അപ്പോൾ ആ തിരുവിതാംകൂറിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 2ാമത്തെ ഒരു നാട്ടുരാജ്യം വരുന്നത്, അല്ലെ, സെക്കൻഡ് പ്രിൻസിലി സ്റ്റേറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായിരുന്നു തിരുവിതാംകൂർ. അതായത് ഇന്ത്യ മഹാരാജ്യത്തിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച ഒരു 2ാമത്തെ നാട്ടുരാജ്യം. 1ാമത്തെ നാട്ടുരാജ്യം ഏതായിരുന്നു? അത് മൈസൂരായിരുന്നു. മൈസൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യമായിരുന്നു ആദ്യമായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത്. 2ാമത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഏത് രാജ്യം? ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച തിരുവിതാംകൂർ എന്നാണ് 2ാമത്തെ നാട്ടുരാജ്യമാണ്. അതിൽ ആകെ 8 അംഗങ്ങളെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. 8 അംഗങ്ങളെ ഉൾപ്പെടുത്തി രാജാവിന് ഇഷ്ടപ്പെട്ട 8 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? രാജാവിന്റെ മന്ത്രിസഭ, ആ മന്ത്രിസഭയിലെ തീരുമാനങ്ങൾ എടുക്കുന്ന ചുമതലകളുള്ള കുറച്ച് ആൾക്കാരായിട്ട് 8 പേരെ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത്. ഒരു 10 കൊല്ലം കഴിഞ്ഞു.
1898. 1898 എന്ത് സംഭവിച്ചു? ഈ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 15 വർദ്ധിപ്പിച്ചു. 8 മെമ്പർമാര് ഒഫീഷ്യലും 7 മെമ്പർമാര് അൺഒഫീഷ്യലുമായിട്ടുള്ള ഒരു 15 കമ്മിറ്റി ഇവിടെ രൂപീകരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് രൂപത്തിലൊരു മാറ്റം വരുത്തുകയാണ്. 1904 1904 എന്ത് സംഭവിച്ചു? ഇതിന്റെ പേര് മാറിയിട്ട് ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞൊരു പേരിലേക്ക് വരികയാണ്. ശ്രീമൂലം പ്രജാസഭ. അപ്പൊ നമ്മൾ കേട്ടിരിക്കുന്ന പേര് ശ്രീമൂലം പ്രജാസഭ എന്നാണ്. അപ്പൊ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള യാത്ര എങ്ങനെയെന്ന് ചോദിച്ചാൽ 1888 ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് തിരുവിതാംകൂറിലാണെന്നും അതിൽ 8 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നും 10 വർഷങ്ങൾക്ക് ശേഷം ആ കൗൺസിലിലെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് 15 പേരാക്കി മാറ്റിയെന്നും 7 പേർ അൺഒഫീഷ്യലും 8 പേർ ഒഫീഷ്യലുമായിട്ട് ഒരു കൗൺസിൽ രൂപീകരിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്താണ്, ഇതൊരു സക്സസ്ഫുൾ മൂവ്മെന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഭരണാധികാരി എന്ത് ചെയ്യുകയാണ്? 1904 ശ്രീമൂലം പ്രജാസഭ എന്നതിന് പേര് മാറ്റുകയും അതിൽ 88 അംഗങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയാണ്. 88 അംഗങ്ങളെ ഉൾപ്പെടുത്തുകയാണ്. 88 അംഗങ്ങൾ. ഈ അംഗങ്ങൾ എങ്ങനെയായിരിക്കണം വരുന്നത്? ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ വോട്ടവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമല്ല. ഗവൺമെന്റിന് കരമടക്കുന്ന ആളുകൾക്ക് മാത്രം വോട്ടുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. 5 രൂപയായിരുന്നു അന്നത്തെ വോട്ട്. 5 രൂപ. ഈ 5 രൂപയായിരുന്നു അന്നത്തെ വോട്ട് എന്ന് പറയുന്നത് അടയ്ക്കാനായിട്ട് വേണ്ടുന്ന ഒരു മിനിമം നികുതി എന്ന് പറയുന്നത്. പിന്നെയോ വാർഷിക വരുമാനമായിട്ട് 6000 രൂപ ഉള്ള ആളുകൾക്ക് ഇലക്ഷന് മത്സരിക്കാം. അതല്ലെങ്കിൽ 100 രൂപ പ്രതിവർഷം ഗവൺമെന്റിന് നികുതി കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാം. എല്ലാവർക്കും മത്സരിക്കാൻ പറ്റില്ലല്ലേ? പ്രായപൂർത്തി വോട്ടവകാശമല്ല. 6000 രൂപ വാർഷിക വരുമാനവും 100 രൂപ എന്ന് പറയുന്നത് വാർഷിക നികുതിയുമായിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ആളുകൾക്ക് മത്സരിക്കാം. വോട്ടവകാശം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ 5 രൂപ കരം കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം വോട്ടവകാശം കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 88 പേരായിരുന്നു ശ്രീമൂലം പ്രജാസഭയിലെ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. 88 പേരായിരുന്നു. അങ്ങനെ 88 പേര് അംഗങ്ങളായിട്ടുള്ള ഒരു കൗൺസിൽ വരികയാണ്. അതാണ് ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത്. ആ ശ്രീമൂലം പ്രജാസഭയിലേക്കാണ് നമ്മുടെ അയ്യങ്കാളിയും കുറുമ്പൻ ദൈവത്താനും ഒക്കെ അംഗങ്ങളായിട്ട് വരുന്ന നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ലെ. ഇതിൽ 80 പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, 8 പേര് എങ്ങനെയുള്ള ആൾക്കാര് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ആൾക്കാർ. അങ്ങനെ മൊത്തം 88 അംഗങ്ങളായിരുന്നു ഈ സഭയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ സഭ കുറച്ചു കാലം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ 1931 തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെ, ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം വരികയാണ്. 1931 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു നിയമപരിഷ്കാരം നടക്കുകയാണ്. ആ നിയമപരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ശ്രീമൂലം പ്രജാസഭ ഉണ്ടല്ലോ, ഈ ശ്രീമൂലം പ്രജാസഭ 2ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഒന്ന് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾ ഇരിക്കുന്ന സഭ, അതാണ് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്. മറ്റൊന്ന് അതിന്റെ പേര് ശ്രീ ചിത്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വെച്ചാൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സഭയാണ് ശ്രീ ചിത്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്. അങ്ങനെ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ശ്രീ ചിത്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും പറഞ്ഞുകൊണ്ട് 2 നിയമനിർമ്മാണ സഭകൾ തിരുവിതാംകൂറിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1932. അങ്ങനെ 1932 മുതൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാരും രാജാവിന്റെ പരിവാരങ്ങളും നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും വന്നിരിക്കുന്ന ഒരു സഭ എന്ന നിലയിലാണ് ഈ തിരുവിതാംകൂറിലെ അസംബ്ലികൾ വരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ അസംബ്ലിയിൽ സ്ഥിരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്ന അംഗങ്ങൾ ഒരു ആവശ്യം ഉന്നയിച്ചു. എന്താണ് അവർ ഉന്നയിച്ച ആവശ്യം എന്നറിയാവോ? അതായത് മറ്റൊന്നുമല്ല, അവർക്ക് എന്ത് വേണം? അവർക്ക് ഈ പറയുന്ന സഭയിലെ പങ്കാളിത്തം വേണം. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടമാണ് ജനങ്ങളെ ഭരിക്കേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ഞങ്ങൾ സഭയിൽ അംഗങ്ങളായിട്ടല്ല ഇരിക്കേണ്ടത്, ഞങ്ങൾ മന്ത്രിമാരായിട്ടാണ് മാറേണ്ടതെന്ന ആവശ്യം ഇവർ ഉന്നയിച്ചുകൊണ്ട് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം നടത്തി. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ആ പ്രക്ഷോഭത്തിന്റെ പേരായിരുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറയും. അങ്ങനെ ആ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തായി? തിരുവിതാംകൂറിൽ മാറ്റം ഉണ്ടാവുകയാണ്. പക്ഷേ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു ഭരണകൂടമൊന്നും വന്നില്ല. ആ ഭരണകൂടം വന്നത് CP രാമസ്വാമി അയ്യർ, പുന്നപ്രവേള സമരത്തിന് ശേഷം K ചിദംബര സുബ്രഹ്മണി അയ്യർ എന്ന് പറയുന്ന ഒരു യുവാവ് DP രാമസ്വാമി അയ്യരെ ആക്രമിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ ദിവാൻ ഇവിടുന്ന് നാട് വിട്ടു പോയപ്പോൾ പരിഭ്രാന്തനായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് എന്ത് ചെയ്യുകയാണ്?
ഈ പറയുന്ന ഉത്തരവാദ ഭരണത്തിന് പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ 1947 ഈ പറയുന്നത് തിരുവിതാംകൂറിലെ ഒരു ഉത്തരവാദ ഭരണകൂടം ഉണ്ടാവുകയും ശ്രീ മൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ശ്രീ ചിത്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നുമുള്ള അംഗങ്ങൾക്ക് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള പെർമിഷൻ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടം താണുപിള്ള പ്രധാനമന്ത്രിയാണ്. പട്ടം താണുപിള്ള പ്രധാനമന്ത്രിയായിട്ട് 1947 ഒരു ഗവൺമെന്റ് ഇവിടെ രൂപീകരിക്കപ്പെടുകയാണ്. അങ്ങനെ പട്ടം താണുപിള്ള പ്രധാനമന്ത്രിയായിട്ട് ഒരു ഗവൺമെന്റ് ഇവിടെ രൂപീകരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്താണ്, പട്ടം താണുപിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് തെറ്റി അദ്ദേഹം പിരിഞ്ഞു. അങ്ങനെ തെറ്റി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്, അദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയുടെ പേരായിരുന്നു ഇത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അതായത് നമ്മുടെ ആരുടെ നേതൃത്വത്തിലായിരുന്നു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? നമ്മുടെ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ രൂപീകരിക്കപ്പെടുകയാണ്. ആ പാർട്ടി കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായിട്ട് നിൽക്കുന്ന പാർട്ടി ആയതുകൊണ്ട് പട്ടത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ മാറേണ്ടി വന്നു. കോൺഗ്രസ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് മാറി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പിന്നെ കൊടുത്തില്ല. പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നയാൾ ആരെന്ന് ചോദിച്ചാൽ ഒരു നാരായണ പിള്ളയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് പറവൂർ ടി കെ നാരായണപിള്ള. അങ്ങനെ പറവൂർ ടി കെ നാരായണപിള്ള തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ ഒരു പ്രക്ഷോഭം നടക്കുന്നത്. ആ പ്രക്ഷോഭമാണ് ഐക്യ കേരള പ്രക്ഷോഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പരിണത ഫലമായിട്ട് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിച്ചു ചേരുകയാണ്. അങ്ങനെ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിച്ചു ചേർന്നിട്ട് 1949 ജൂലൈ മാസം 1-ാം തീയതി ഒരു പുതിയ സംസ്ഥാനം രൂപം കൊള്ളുകയാണ്. അങ്ങനെ പുതിയതായിട്ട് രൂപം കൊണ്ട സംസ്ഥാനത്തിന്റെ പേരായിരുന്നു തിരുക്കൊച്ചി എന്ന് പറയും. അങ്ങനെ തിരുക്കൊച്ചി എന്ന സംസ്ഥാനം 1949 ജൂലൈ മാസം 1-ാം തീയതി രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന നമ്മുടെ പറവൂർ ടി കെ നാരായണപിള്ളയ്ക്ക് തന്നെയാണ് തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയാകാനും ചാൻസ് കിട്ടിയത്. അത് കുറച്ചുകൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിലെ നിയമനിർമ്മാണത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മളിപ്പോ പഠിച്ച തിരുവിതാംകൂറിലെയാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പൊ തിരുവിതാംകൂർ എന്നുള്ള രാജ്യത്ത് ജനാധിപത്യത്തിന്റേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് എന്ന് പറയുന്നത് 1888 തിരുവിതാംകൂറിലെ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പേര് ശ്രീമൂലം തിരുനാൾ എന്നാണ്. അപ്പൊ ശ്രീമൂലം തിരുനാൾ എന്ന മഹാരാജാവ് 1861 ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് ആരംഭിച്ചു. പക്ഷേ ഇദ്ദേഹം ആദ്യമായിട്ട് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ മൈസൂർ എന്നൊരു സംസ്ഥാനം ആരംഭിച്ചതുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ രണ്ടാമത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ള പേര് മാത്രമേ നമ്മുടെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് കിട്ടിയുള്ളൂ. അങ്ങനെ 1888 8 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുമായിട്ട് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രവർത്തനം ആരംഭിച്ചു. നല്ല പ്രവർത്തനമായതുകൊണ്ട് തന്നെ 1898 10 വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ അംഗസംഖ്യ 15 വർദ്ധിപ്പിച്ചു. 8 ഔദ്യോഗിക അംഗങ്ങൾ, 7 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്താണ്, ഇതിന്റെ രൂപത്തിലും ഭാവത്തിലും എല്ലാം മാറ്റം വരുത്താൻ തീരുമാനിച്ചുകൊണ്ട് 1904 ഇതിനെ ഒരു ജനകീയ അസംബ്ലിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജനകീയ അസംബ്ലിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 80 പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, 8 പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു വരുന്ന അംഗങ്ങൾ. അയ്യങ്കാളി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു വന്ന ഒരു അംഗമാണെന്ന് ഓർത്താൽ മതി. അങ്ങനെ മൊത്തം 88 അംഗങ്ങളുള്ള ഒരു നിയമനിർമ്മാണ സഭ 1904 ശ്രീമൂലം പ്രജാസഭ എന്ന പേരിൽ നിലവിൽ വരികയാണ്. അതിൽ ഇലക്ഷന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഗവൺമെന്റിന് 6000 രൂപ വാർഷിക വരുമാനമുള്ള ആൾ, അതല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് 100 രൂപ പ്രതിവർഷം നികുതി അടയ്ക്കുന്ന ആൾ. വോട്ടവകാശം എല്ലാവർക്കുമില്ല. 5 രൂപയെങ്കിലും ഒരു വർഷം ഗവൺമെന്റിന് കരം കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം വോട്ടവകാശമുള്ള ഒരു ഇലക്ഷൻ അതായിരുന്നു ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ഷനൊക്കെ നടന്ന് കാലം അങ്ങനെ കുറെ അധികം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, തിരുവിതാംകൂറിൽ ഒരു 30 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നിയമപരിഷ്കരണ സംവിധാനം വന്നു. ആ നിയമപരിഷ്കരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എന്തുപറ്റി, ഈ ശ്രീമൂലം പ്രജാസഭയെ എന്ത് ചെയ്തു, രണ്ടാക്കി മാറ്റി. ഒന്ന് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും രണ്ടാമത്തേത് ശ്രീ ചിത്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും പേര് മാറ്റുകയാണ്. അങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ സഭയിലേക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങിയാണ്, ഞങ്ങൾ കുറെ കാലമായില്ലേ MLA മാരായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഞങ്ങൾക്ക് മന്ത്രിമാരാകണം,
അങ്ങനെ ഒരു ആവശ്യം. നമ്മുടെ ഇപ്പോഴത്തെ എംഎൽഎമാര് പറയില്ലേ, ഞാൻ 3 വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു, എനിക്ക് മന്ത്രിയാകണമെന്ന് പറയുന്നില്ലേ, അതേപോലെ ആര് വരികയാണ്, ഇവര് വരികയാണ്. അങ്ങനെ അവരാവശ്യപ്പെട്ടതാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ജനങ്ങളോടുള്ള കടമയും ഉത്തരവാദിത്വവും നിറവേറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കണം, ഉത്തരവാദിത്തമുള്ള ഭരണകൂടം വരണം. അങ്ങനെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം ഇവിടെ നടക്കുന്നു. നമ്മുടെ ആരുടെ നേതൃത്വത്തിലാണ്? നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അക്കമ്മ ചെറിയാനൊക്കെ അതിൽ പങ്കെടുത്ത ആൾക്കാരാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രക്ഷോഭമൊക്കെ കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ എന്തായി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനായ CP രാമസ്വാമി ഇയർക്ക് തിരുവിതാംകൂറിനെ സ്വതന്ത്രമാക്കി നിർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ദിവാനെ KCS മണി അറ്റാക്ക് ചെയ്തു. ദിവാൻ നാട് വിട്ടുപോയി. ഭയചകിതനായ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാള് തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അങ്ങനെ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. അപ്പോൾ എന്താണ്, ഇവിടെ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ ജനാധിപത്യ മന്ത്രിസഭ ഇവിടെ വരികയാണ്. ആദ്യത്തെ ഉത്തരവാദ ഭരണ ഗവൺമെന്റ് ഇവിടെ വരികയാണ്. അങ്ങനെ വന്ന ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയായിട്ട് ആര് വരികയാണ്? പട്ടം എത്താണത്തുള്ള വരികയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പട്ടവും കോൺഗ്രസും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് തെറ്റുന്നു. പട്ടം പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. പാർട്ടിയുടെ പേര് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അങ്ങനെ പട്ടം ഔട്ടാവുന്ന പകരം വന്ന മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള. ആ സമയത്താണ് തിരുവിതാംകൂർ എന്നുള്ള രാജ്യമല്ല, കേരളം എന്ന സംസ്ഥാനമാണ് രൂപീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാകുന്നതും അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിക്കുന്നത്. അങ്ങനെ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ ഒരു ധാരണ എടുക്കുന്നു. ആ ധാരണ പ്രകാരം തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ പറവൂർ TK നാരായണപിള്ള തിരുക്കൊച്ചി എന്ന സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് 1949 ജൂലൈ മാസം 1-ാം തീയതി അധികാരമേൽക്കുന്നു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഇത് കുറച്ചുകൂടി വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിലെ കാര്യം കൂടി നമ്മൾ പറയണം. അപ്പോൾ കൊച്ചിയിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണ് അല്ലെ. ഇപ്പൊ കൊച്ചി രാജ്യത്ത് ജനാധിപത്യപരമായ രീതിയിൽ ഒരു ഭരണ സംവിധാനം വരുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1923-ലാണ്. അതായത് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം വരികയാണ്, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് ആക്ട്. ഈ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് ആക്ട് 1923-ലാണ് വരുന്നത്. ഈ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് ആക്ട് പ്രകാരം 1925-ല് നമ്മുടെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെടുകയാണ്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നു. ഈ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു പേര് ഓർത്തേക്കണം കേട്ടോ. തോട്ടയ്ക്കാട്ട് മാധവിയമ്മ എന്ന് പറയും. ആരാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ അറിയാവോ? മന്നത്ത് പത്മനാഭന്റെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യയാണ് കേട്ടോ. അപ്പൊ തോട്ടയ്ക്കാട്ട് മാധവിയമ്മ ഇവിടെ വരികയാണ്. പിന്നെ ഇതിൽ അംഗമായ ആദ്യത്തെ കവി ആരാണെന്ന് അറിയാവോ? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യത്തെ കവിയുടെ പേര് കുമാരനാശാനാണ്. 1913-ലാണ്. അച്ഛന്റെ 40-ാമത്തെ വയസ്സിൽ. ഇവിടെ നമ്മുടെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ ആദ്യത്തെ കവി ആരാണെന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് കറുപ്പനാണ്. കറുപ്പൻ അരേ സമുദായത്തിന്റെ മുന്നേറ്റത്തിന് അരേ സമാജമൊക്കെ രൂപീകരിച്ച പണ്ഡിറ്റ് കറുപ്പനല്ലേ, ആ കറുപ്പനാണ് ഇവിടെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാനായിട്ട്, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ല, പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ ആദ്യത്തെ കൊച്ചി രാജ്യത്തിൽ നിന്നുള്ള കവി എന്ന് നമ്മൾ ഓർത്തേക്കുക കേട്ടോ. അയ്യൻകാളി എന്ന് പറഞ്ഞ പേര് നമ്മൾ ഓർത്തു. അയ്യൻകാളി ആരായിരുന്നു? തിരുവിതാംകൂർ കിളിമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിതൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേപോലെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ആരാണ്? വള്ളോൻ എന്ന് പറയും, KP വള്ളോൻ. വള്ളോൻ MLC എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹമാണ് ഈ പറയുന്ന കൊച്ചി രാജ്യത്ത് ആരായിരുന്നത്? ദളിതരുടെ പ്രതിനിധിയായിട്ട് നാമനിർദ്ദേശിച്ച് ചെയ്യപ്പെട്ട ആള് KP വള്ളോനായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ഒരു സഭ ഇതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് 1936-ൽ തിരുവിതാംകൂറിലെ TK നായർ എന്ന് പറഞ്ഞൊരു വ്യക്തി, TK നായർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. പാർട്ടിയുടെ പേരായിരുന്നു കൊച്ചിൻ കോൺഗ്രസ് എന്ന് പറയും.
അതേ പക്ഷം തന്നെ കൊച്ചിൻ കോൺഗ്രസിനോട് താല്പര്യമില്ലാതിരുന്ന മറ്റു ചിലർ അവർ ചേർന്നിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. അതാണ് ഏതെന്നറിയാമോ? എന്നായിരിക്കാം കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്. കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്. അപ്പൊ കൊച്ചിൻ കോൺഗ്രസും മണ്ഡലം എന്ന് പറയുന്നത് വന്നിട്ടില്ല, വരാനിരിക്കുന്നേ ഉള്ളൂ. ആയിട്ടില്ല, സമയമായിട്ടില്ല. ഇതല്ല സമയമായിട്ടില്ല. ഓക്കെ. അപ്പൊ 1936 കൊച്ചിൻ കോൺഗ്രസ് എന്ന പേരിൽ TK നായർ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ ഈ പ്രസ്ഥാനത്തോട് യോജിക്കാൻ താല്പര്യമില്ലാത്ത കുറച്ചു പേരുണ്ടായിരുന്നു. അവരാരും ചോദിച്ചാല് നമ്മുടെ ആരൊക്കെയാണ്? നമ്മുടെ C. അച്യുതമേനോൻ. ഉണ്ട്. പിന്നെയോ ഇക്കണ്ട വാര്യർ. ഇവരൊക്കെ ആദ്യം ഇതിലായിരുന്നു, കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിലായിരുന്നു. അപ്പൊ ഇക്കണ്ട വാര്യര്, C. അച്യുതമേനോൻ, പിന്നെയോ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. C. അച്യുതമേനോൻ, ഇക്കണ്ട വാര്യര്, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാകും. അങ്ങനെ കൊച്ചിൻ കോൺഗ്രസും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും 1936 മുതൽ ഈ കൊച്ചി എന്നുള്ള രാജ്യത്ത് രണ്ട് സംഘടനകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരൊരു ഡിമാൻഡ് വെച്ചു. അവര് ജനാധിപത്യപരമായ രീതിയിൽ കരമടച്ച ആളുകൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന ആൾക്കാരല്ലേ. അവര് പറഞ്ഞു ജനാധിപത്യപരമായിട്ട് ഈ മന്ത്രിസഭയിൽ ജനകീയ പങ്കാളികളെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് കൊച്ചിയിലെ രാജാവിനോട് പറഞ്ഞു. കൊച്ചിയിലെ രാജാവ് വളരെ മര്യാദക്കാരൻ. അദ്ദേഹത്തിന്റെ പേരായിരുന്നു രാമവർമ്മ പരീക്ഷിത്ത് എന്ന് പറയും. രാമവർമ്മ പരീക്ഷിത്ത്. ഈ രാമവർമ്മ പരീക്ഷിത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ജനകീയ മന്ത്രിയെ കൂടി എന്റെ മന്ത്രിസഭയിൽ ഞാൻ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ 1938 നമ്മുടെ കൊച്ചി രാജ്യത്ത്, തിരുവിതാംകൂറിലെ കൊച്ചി രാജ്യത്ത് ആദ്യമായിട്ടൊരു ജനകീയ മന്ത്രി വരികയാണ്. തിരുവിതാംകൂറിലായിട്ടില്ല. കൊച്ചിയിലെ രാജാവായ രാമവർമ്മ പരീക്ഷിത്ത് പറഞ്ഞു ജനകീയനായിട്ടുള്ളൊരു മന്ത്രിയെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നോം അതിന് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ആരാണ് കൊച്ചി രാജ്യത്തെ ആദ്യത്തെ ജനകീയ മന്ത്രി എന്ന ലേബലിൽ വന്ന വ്യക്തിയുടെ പേരറിയാമോ? അദ്ദേഹത്തിന്റെ പേരാണ് അമ്പാട്ട് ശിവരാമമേനോൻ എന്ന് പറയും. അമ്പാട്ട് ശിവരാമ മേനോൻ. ആരാണ്? 1938 കൊച്ചി രാജ്യത്തിലെ ആദ്യമായിട്ട് ജനകീയ മന്ത്രിയായ വ്യക്തിയുടെ പേരാണ് അമ്പാട്ട് ശിവരാമ മേനോൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചു, ഈ അമ്പാട്ട് ശിവരാമ മേനോന് എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അദ്ദേഹം മരണപ്പെടുകയോ രോഗാതുരനാക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ അമ്പാട്ട് ശിവരാമ മേനോന്റെ മന്ത്രിസ്ഥാനത്തും നീക്കി. പകരം ആരാ വരുന്നത്? പകരം വന്നത് ഈ കൊച്ചിൻ കോൺഗ്രസിന്റെ നേതാവായ TK നായർ ആരായി വരികയാണ്, കൊച്ചിയിലെ ജനകീയ മന്ത്രിയാക്കപ്പെട്ടു വരികയാണ്. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്തായി, ഈ TK നായർ മന്ത്രിയൊക്കെ ആയല്ലോ. അപ്പോൾ മൊത്തത്തിൽ അവിടെ കുറച്ച് രാജാവിനോട് താല്പര്യമുള്ള ആൾക്കാരും രാജാവിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരും ജനാധിപത്യപരമായ രീതിയോട് കൂടുതൽ അഭിവാഞ്ചയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ഈ പറയുന്ന കൊച്ചിൻ കോൺഗ്രസിലും മറ്റുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ ഭിന്നതകളുണ്ടാകും. അങ്ങനെ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാര്, ഭിന്നതയുള്ള ആൾക്കാര്, അവര് ഇപ്പുറത്ത് വേറൊരു മുന്നണിയായിട്ട് മാറിയിട്ട് 1941 ഒരു സംഘടന ഉണ്ടാക്കി. ഏതായിരുന്നു? സീന പറയൂ ആ സംഘടനയുടെ പേര്. VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ നേതൃത്വത്തിൽ 1941 രൂപീകരിക്കപ്പെട്ട ആ സംഘടന അതാണ് കൊച്ചിൻ പ്രജാമണ്ഡലം. കേട്ടോ, കൊച്ചിൻ പ്രജാമണ്ഡലം. ഈ കൊച്ചി പ്രജാമണ്ഡലം ഉന്നയിച്ച ഒരു ആവശ്യമുണ്ട്. അവരാണ് പറഞ്ഞത് ഉത്തരവാദ ഭരണം വേണമെന്ന് പറഞ്ഞത്. തിരുവിതാംകൂറിൽ 1938 ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉന്നയിച്ച അതേ ആവശ്യം കൊച്ചിയിൽ ഉന്നയിച്ച സംഘടനയുടെ പേരാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന കൊച്ചി രാജ്യത്ത് രൂപം കൊള്ളുകയും ഇവർ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് ഡിമാൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായത്. തുടർന്ന് അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ സംഘർഷഭരിതമായിട്ടൊക്കെ പോവുകയാണ്. 1943 ഇലക്ഷനൊക്കെ നടന്നു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് ചെറിയ ഭൂരിപക്ഷമൊക്കെ കിട്ടുന്നു. 1946 ആയപ്പോഴത്തേക്കും ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്നത് വൻ കക്ഷിയായിട്ട് മാറ്റപ്പെട്ടു.
അപ്പോഴത്തേക്കും നമ്മുടെ ഇക്കണ്ട വാര്യര് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടുകയാണ്. അങ്ങനെ 1946 അല്ലെ, 1946 ആകുന്ന മാറ്റം വരികയാണ് അല്ലെ. 1946 കൊച്ചിയിൽ ആദ്യമായിട്ട് ഒരു ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. ആ ഗവൺമെന്റിന്റെ പേര് നമുക്കറിയാം, ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് പറയുന്നത്. എല്ലാവരും കൂടി സംയുക്തമായിട്ടൊരു ഗവൺമെന്റ് ഉണ്ടാക്കി. അതായിരുന്നു ഈ പറയുന്ന ഏത് ഗവൺമെന്റ്? നമ്മുടെ കൊച്ചി രാജ്യത്തെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ എന്ന് പറയുന്നത്. 1946 കൊച്ചി രാജ്യത്ത് ആദ്യമായിട്ടുള്ള ജനകീയ ഗവൺമെന്റ് വരികയാണ്. 1943 മുതലുണ്ട്, പക്ഷെ 46 കണക്കാണ് നമ്മൾ പറയുന്നത്. അവിടെ വരുന്നത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോൻ, ടി കെ നായര്, സഹോദരൻ അയ്യപ്പൻ, CR ഉണ്ണി, ഇവരൊക്കെ ചേർന്നിട്ട് ഒരു 4 പേരടങ്ങുന്ന ഒരു മന്ത്രിസഭയാണ് ആദ്യമായിട്ട് വരുന്നത് ഈ കൊച്ചി രാജ്യത്തെ ജനകീയ മന്ത്രിസഭയിൽ. ആ ജനകീയ മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയുടെ പേര് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. കൊച്ചി രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പേര് കിട്ടുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു വെച്ചാൽ ഈ രാമവർമ്മ പരീക്ഷിത് രാജാവ് ഉണ്ടല്ലോ, ആള് ധനകാര്യ വകുപ്പിന്റെ ചുമതല ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ടി കെ നായർ എന്ന് പറയുന്ന ആളിനെ ഏൽപ്പിച്ചു. പനമ്പള്ളി ഗോവിന്ദമേനോൻ പ്രധാനമന്ത്രിയല്ലേ, പ്രധാനമന്ത്രിയായ പനമ്പള്ളിയോട് ചോദിക്കാതെയാണ് ടി കെ നായർ ധനകാര്യ മന്ത്രിസ്ഥാനം കൊച്ചിയിലെ രാജാവ് ഏൽപ്പിച്ചത്. അപ്പോൾ പ്രധാനമന്ത്രി ആരായി? അദ്ദേഹത്തിന് തോന്നി താൻ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നി. അങ്ങനെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുകയാണ്? രാജിവെക്കുകയാണ്. അങ്ങനെ പ്രധാനമന്ത്രി രാജിവെച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പോണങ്ങോട്ട് പോകട്ടെ, ടി കെ നായരെ തൽക്കാലം നീ പ്രധാനമന്ത്രിയുടെ ചാർജും കൂടി വഹിച്ചോളൂ എന്ന് ആര് പറഞ്ഞു? ഈ രാമവർമ്മ പരീക്ഷിത് രാജാവ് പറഞ്ഞു. അങ്ങനെ കൊച്ചി രാജ്യത്തിന് പനമ്പള്ളി ഗോവിന്ദമേനോന് ശേഷം രണ്ടാമത് ഒരു പ്രധാനമന്ത്രിയെ കിട്ടുകയാണ്. ആ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു ടി കെ നായർ എന്ന് പറയും. ടി കെ നായർ. തുടർന്ന് 1948 അടുക്കുന്ന സമയത്ത് ഒരു ഇലക്ഷൻ നടക്കുകയാണ്. അതായത് ടി കെ നായർക്ക് അവിശ്വാസ പ്രമേയമൊക്കെ നേരിടേണ്ടതായിട്ട് ഒന്ന് പുള്ളിക്ക് ഭൂരിപക്ഷമൊക്കെ പോയി പുതിയ ഗവൺമെന്റ് വരികയാണ്. അങ്ങനെ 1948 ടി കെ നായരുടെ മന്ത്രിസഭ വീഴുന്നു. പകരം ഒരു ഇലക്ഷൻ നടക്കുന്നു. അങ്ങനെ ഇലക്ഷൻ നടക്കുമ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാവ് എന്ന നിലയിൽ നമ്മുടെ ഇക്കണ്ട വാര്യര് പ്രധാനമന്ത്രിയാവുകയാണ്. ഇക്കണ്ട വാര്യർ 1948 ഇക്കണ്ട വാര്യർ ആരാവുകയാണ്? പ്രധാനമന്ത്രിയാവുകയാണ്. അങ്ങനെ ഇക്കണ്ട വാര്യര് കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് 1948 അധികാരത്തിൽ വരുന്നു. രാമവർമ്മ പരീക്ഷിത് എന്ന ഭരണാധികാരി കൊച്ചിയിലെ രാജാവായിട്ട് വരുന്നു. ഈ സമയത്താണ് ഐക്യ കേരള പ്രസ്ഥാനം എന്നുള്ള ആവശ്യം ശക്തിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തീരുമാനിക്കുകയാണ് 2 സംസ്ഥാനങ്ങളും കൂടി ലയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അത് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഐക്യ കേരള പ്രസ്ഥാനത്തെ കുറിച്ച്, 15 ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഐക്യ കേരള പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോൾ ഒന്നുകൂടി പഠിക്കാം നമുക്ക്. അങ്ങനെ ഇക്കണ്ട വാര്യർ എന്ന് പറയുന്ന ആള് കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഐക്യ കേരള പ്രസ്ഥാനം ശക്തിപ്പെടുന്നതും അതിന്റെ ഭാഗമായിട്ട് ഇക്കണ്ട വാര്യര് കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതും തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിച്ചിട്ട് ജൂലൈ മാസം 1-ാം തീയതി 1949 തിരുക്കൊച്ചി എന്നൊരു സംസ്ഥാനം വരുന്നതും. ആ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിച്ചപ്പോൾ മലബാർ എന്തുകൊണ്ട് ലയിച്ചില്ല? മലബാറും കൂടി അന്ന് ലയിച്ചിരുന്നെങ്കിൽ കേരളം 1949 തന്നെ രൂപം കൊള്ളുമായിരുന്നല്ലോ അല്ലേ? അപ്പൊ അതും കൂടി നമുക്ക് നോക്കാം. മലബാറിലെ ജനാധിപത്യ പ്രക്രിയകൾ എങ്ങനെയായിരുന്നു നോക്കാം നമുക്ക്. മലബാറിലെ ജനാധിപത്യ പ്രക്രിയ പ്രക്രിയകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, മലബാർ എന്ന പ്രദേശം അക്കാലത്ത് നമ്മുടെ തിരുവിതാംകൂർ പോലെയോ കൊച്ചി പോലെയൊന്നും ആയിരുന്നില്ല. ഒരല്പം പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ്. കാരണം മറ്റൊന്നുമല്ല, ആ മലബാർ എന്നുള്ള പ്രദേശം അധിനിവേശ പ്രദേശമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതായത് 1750 ശേഷം 1950 വരെയുള്ള 200 വർഷക്കാലം ഈ മലബാർ പ്രദേശം മൊത്തം അധിനിവേശ ശക്തികളുടെ കൈകളിലായിരുന്നു. അതായത് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും കൈകളിലായിരുന്നു ഒരു 50 വർഷം. പിന്നീട് ഒരു 150 വർഷം ബ്രിട്ടീഷുകാരുടെ കൈകളിലും. അതായിരുന്നു വ്യത്യാസം. എന്നാൽ കൊച്ചിയും തിരുവിതാംകൂറും ഒന്നും അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തിരുവിതാംകൂറിനും കൊച്ചിക്കുമൊക്കെ മലബാറിനെ അപേക്ഷിച്ച് നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലബാർ പിന്നോക്കം നൽകുന്ന ഒരു പ്രദേശമായിരുന്നു. ഈ മലബാറിൽ ജനാധിപത്യ പ്രക്രിയ ആരംഭിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ക്ലാസ് കൊണ്ട്
അപ്പൊ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഒരു നിയമം ഇവിടെ പാസ്സാക്കപ്പെട്ടു. ആ നിയമത്തിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രവിശ്യകളിൽ ഇലക്ഷൻ നടക്കും, പ്രവിശ്യകളിൽ ഗവൺമെന്റ് രൂപീകരിക്കും. അങ്ങനെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഒരു പ്രവിശ്യയുടെ പേരാണ് മദ്രാസ്. ഈ മദ്രാസിന്റെ ഒരു ജില്ലയുടെ പേരാണ് മലബാർ. അങ്ങനെ 1937 ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ്. 1937 ഇവിടെ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനെ തുടർന്ന് മദ്രാസിൽ ഒരു ഗവൺമെന്റ് രൂപീകരിച്ചു. 1937 മദ്രാസിൽ രൂപീകരിച്ച ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് അറിയാവോ? അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സി രാജഗോപാലാചാരി. നമ്മൾ ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താണ്? രാജാജി എന്ന് പേരിട്ട വിശേഷിപ്പിക്കുന്നത്. അപ്പൊ സി രാജഗോപാലാചാരി 1937 സി രാജഗോപാല ആചാരി മദ്രാസിന്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലെത്തുന്നു. അങ്ങനെ മദ്രാസിന്റെ പ്രധാനമന്ത്രി രാജഗോപാലാചാരി അധികാരത്തിലെത്തിയപ്പോൾ നമ്മുടെ മലബാർ ഒരു ജില്ലയില്ലേ, അവിടെ നിന്ന് ഒരുപാട് ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മലബാറിനും ഒരു പ്രാതിനിധ്യം കൊടുത്തു മന്ത്രിസഭയിൽ. മലബാറിന്റെ പ്രാതിനിധ്യം ഏത് വ്യക്തിക്കാണ് കിട്ടിയത്, ഏത് മന്ത്രിക്കാണ് കിട്ടിയെന്ന് അറിയാവോ? തൊഴിൽ വകുപ്പോ റെയിൽവേ വകുപ്പോ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 1937 വിജയിച്ച ഈ വ്യക്തി, അദ്ദേഹമായിരുന്നു മലബാറിൽ നിന്നുമുള്ള ആദ്യത്തെ മന്ത്രി. മദ്രാസ് ഗവൺമെന്റിലെ മലബാറിൽ നിന്നുമുള്ള ആദ്യത്തെ മന്ത്രി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു കോങ്ങാട്ടിൽ രാമൻ മേനോൻ എന്ന് പറയും. അപ്പൊ കോങ്ങാട്ടിൽ രാമൻ മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? മന്ത്രിയാണ്. എവിടുത്തെ മന്ത്രി? മദ്രാസ് സംസ്ഥാനത്തിലെ മന്ത്രിയാണ്. എവിടെ നിന്നുള്ള മന്ത്രി? മലബാറിൽ നിന്നുമുള്ള മന്ത്രി. പക്ഷേ അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല, ഇദ്ദേഹം മരിച്ചു. 1939 ഇദ്ദേഹം മരിച്ചു. പകരം ഇദ്ദേഹത്തിന് പകരം ആ സീറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് നമ്മൾ ഓർക്കണം, മറക്കാൻ പാടില്ല. ആ വ്യക്തി പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആളാണ്, ആദ്യത്തെ മുഖ്യമന്ത്രിയായ ആളാണ്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ പറയുന്ന കോങ്ങാട്ടിൽ രാമൻ മേനോന് പകരമായിട്ട് ആ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു പോയ ആളാണ്. അതേപോലെ ഒന്ന് ഓർക്കുക, മദ്രാസ് നിയമനിർമ്മാണ സഭയിലേക്ക് അംഗമായിട്ട് പോയ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. മദ്രാസ് നിയമനിർമ്മാണ സഭയിലേക്ക് അംഗമായിട്ട് പോയ മറ്റൊരു വ്യക്തിയുണ്ട്, ഒരു വനിതയാണ്. മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ മലബാറിൽ നിന്നും അംഗമായ വനിതയുടെ പേരറിയാവൂ? അവരുടെ പേരാണ് കുട്ടിമാളു അമ്മ എന്ന് പറയും. AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയാണ് ആ സഭയിൽ അംഗമായത്. AV കുട്ടിമാളു അമ്മയാണ് എന്നുകൂടി നമ്മൾ ഓർത്തേക്കുക. AV കുട്ടിമാളു അമ്മ. അപ്പോൾ അങ്ങനെയുള്ള ഈ മലബാർ തിരുവിതാംകൂറിന്റെ ഭാഗമാകുവാനായിട്ട് അന്നത്തെ കാലത്ത് സാധ്യമായിരുന്നില്ല. എന്നാൽ ഭാഷാ സംസ്ഥാനങ്ങളെ ഒരുമിപ്പിക്കാനായിട്ട് ഒരു നിർദ്ദേശം വരികയാണ്. അത് ഫസൽ അലി കമ്മീഷനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട ഫസൽ അലി കമ്മീഷൻ നിർദ്ദേശങ്ങള് നമ്മുടെ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1956 പ്രകാരം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ നവംബർ മാസം 1-ാം തീയതി മലയാള ഭാഷ സംസാരിക്കുന്ന എല്ലാവരെയും ഒരുമിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പൊതുധാരണ പ്രകാരം 1956 നവംബർ മാസം 1-ാം തീയതി ഈ മലബാർ നമ്മുടെ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ഒപ്പം, അല്ലെങ്കിൽ തിരുക്കൊച്ചി സംസ്ഥാനത്തോടൊപ്പം ലയിച്ചു ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറഞ്ഞ പ്രദേശം ഉണ്ടായത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും ജനാധിപത്യത്തിന്റെ പ്രാഥമിക ചുവടുവയ്പ്പുകൾ അല്ലെങ്കിൽ പ്രാരംഭം എന്ന ഒരു മേഖല മാത്രമാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഇത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഈ 3 മേഖലകളിൽ ജനാധിപത്യം ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്ന ഈ 3 പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തോന്നി, നമ്മൾ മലയാളികൾ, നമ്മൾ എന്തിനാണ് ഈ 3 പ്രദേശങ്ങളിൽ നിൽക്കുന്നത്, നമുക്ക് ഒരുമിച്ച് നിന്നുകൂടെ എന്ന് പറയുന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ജനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന പ്രസ്ഥാനം. കേട്ടോ, ഐക്യ കേരള മൂവ്മെന്റ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഐക്യ കേരള പ്രസ്ഥാനത്തെ കുറിച്ചാണ്. ഐക്യ കേരള പ്രസ്ഥാനമാണ് കേട്ടോ, ഐക്യ കേരള മൂവ്മെന്റ്.
ഐക്യ കേരള പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മലയാള ഭാഷ സംസാരിക്കുന്ന മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഐക്യത്തോടുകൂടി വന്നപ്പോൾ ഒരു പ്രസ്ഥാനമുണ്ടായി. ആ പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐക്യ കേരള പ്രസ്ഥാനം എന്നുള്ള ആ വക്താവും ആശയവും ഒക്കെ എന്നു മുതൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതിന്റെ ആ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നിങ്ങൾ കേട്ട് കാണും ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേരെന്താണ്? സ്വദേശാഭിമാനി. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പൊ നമ്മുടെ സ്വദേശാഭിമാനി കോൾ ഇടക്കരുത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അപ്പൊ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും ഐക്യ കേരള പ്രസ്ഥാനം തമ്മിൽ എന്താണ് ബന്ധം? സ്വദേശാഭിമാനി മരിച്ചത് 1916 ഐക്യ കേരള പ്രസ്ഥാനം ഉണ്ടായത് 1956. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? 40 കൊല്ലമാണ്. അപ്പോൾ ഈ സ്വദേശാഭിമാനിയും ഐക്യ കേരള പ്രസ്ഥാനം തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ഓർക്കേണ്ട കാര്യത്തിലേ ഈ സ്വദേശാഭിമാനിയാണ് ആദ്യമായിട്ട് പറഞ്ഞത് മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂടി ഒരു കൊടിക്കീഴിലും ഒരു കുടക്കീഴിലും വന്നു ചേരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അത് സ്വപ്നം കണ്ടുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ തൂലികകൾ ലേഖനമാക്കി എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരു മകൾ ജനിച്ചപ്പോൾ മകൾക്ക് അദ്ദേഹം നൽകിയ പേരെന്തെന്നറിയാമോ? മകൾക്ക് അദ്ദേഹം നൽകിയ പേരിതാ ഗോമതി എന്നാണ് കൊടുത്ത പേര്. നമ്മള് ഗോശ്രീ ദ്വീപുകൾ എന്ന് പറയുന്നില്ല, വൈപ്പിൻ ദ്വീപിലെ ഗോശ്രീ പാലം എന്നൊക്കെ കേട്ടില്ലേ? കൊച്ചി അറിയപ്പെടുന്ന ഗോശ്രീ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. മായ എന്ന് വെച്ചാൽ മലബാറിൽ നിന്ന്, തീ എന്ന് വെച്ചാൽ തിരുവിതാംകൂറിൽ നിന്ന്. അങ്ങനെ ഗോശ്രീയും മലബാറും തിരുവിതാംകൂറും കൂടി ചേരുന്ന ഗോമതി എന്നാണ് എന്റെ മകളുടെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യ കേരളത്തെ കുറിച്ച് ആദ്യമായിട്ട് സ്വപ്നം കണ്ടതും അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രചരണം നടത്തിയതുമായിട്ടുള്ള വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അങ്ങനെ രാമകൃഷ്ണപിള്ള കൊളുത്തി വെച്ച തീ കുറച്ച് ആളിപ്പടർന്നത് എന്ന് ചോദിച്ചാൽ 1921 പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്. സ്ഥലത്തിന്റെ പേര് ഒറ്റപ്പാലം എന്നാണ്. ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്നുള്ള സ്ഥലത്ത് 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടി അവിടെ ഒരു സമ്മേളനം ചേരുകയാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടിക്ക് മലബാറിൽ വരെ മാത്രമേ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളൂ. ബാക്കി കൊച്ചിയിലും തിരുവിതാംകൂറിലും എല്ലാം പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് കോൺഗ്രസുകളാണ്. കാര്യം പ്രിൻസിലി സ്റ്റേറ്റ് ആണല്ലോ കൊച്ചിയും തിരുവിതാംകൂറും. പ്രിൻസിലി സ്റ്റേറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടെ സ്റ്റേറ്റ് കോൺഗ്രസിനാണ് പ്രവർത്തിക്കാൻ അധികാരമുള്ളത്. അങ്ങനെ 1921 ഒറ്റപ്പാലം എന്നുള്ള സ്ഥലത്ത് വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ അവർ ഈ സ്റ്റേറ്റ് കോൺഗ്രസിലെ പ്രതിനിധികളെ കൂടി എന്ത് ചെയ്തു? ഇൻവൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും മലബാറിലെയും പ്രതിനിധികൾ ഒന്നിച്ചു പങ്കെടുത്തൊരു സമ്മേളനമാണ് ഈ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ മറക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പേരാണ് ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെട്ട, ആന്ധ്രയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ട ടി പ്രകാശം എന്ന് പറഞ്ഞ വ്യക്തി. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു ജില്ലയുണ്ട്, പ്രകാശം എന്ന പേരിൽ ഒരു ജില്ലയുണ്ട് കേട്ടോ. അതേപോലെ ആ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട കോൺഗ്രസിന്റെ നേതാവായ YS രാജശേഖര റെഡ്ഡിയുടെ പേരിലും ഒരു ജില്ലയുണ്ട്. അതാണ് YSR എന്ന് പറഞ്ഞ ജില്ല. അത് കടപ്പ എന്ന് പറഞ്ഞൊരു ജില്ലയ്ക്ക് പുനർനാമകരണം ചെയ്തതാണ് YSR എന്ന് പറഞ്ഞത്. അങ്ങനെ രണ്ട് മുഖ്യമന്ത്രിമാരുടെ പേരിൽ ജില്ലകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. അപ്പൊ അങ്ങനെ 1921 ഒറ്റപ്പാലം കോൺഗ്രസ് നടക്കുകയാണ്. ഒറ്റപ്പാലം കോൺഗ്രസ് ടി പ്രകാശം അധ്യക്ഷത വഹിക്കുമ്പോൾ തിരുവിതാംകൂറിൽ നിന്നും മലബാറിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള അംഗങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചുകൂടാ എന്നൊരു ചിന്തയുണ്ടാവുന്നത്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് KPCC എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ശക്തിപ്പെടുന്നത്. കെ മാധവൻ നായർ KPCCയുടെ ആദ്യ സെക്രട്ടറി കേട്ടിരുന്ന വ്യക്തിയാണ് കെ മാധവൻ നായർ. അങ്ങനെ KPCC എന്നുള്ള ആശയം വരുമ്പോൾ എന്താണ്? കേരളം വന്നു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വരുന്നു. പിന്നെ ഇതിന് കൂടുതൽ ഊന്നൽ നൽകപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1928 1928 എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് പയ്യന്നൂരിൽ വെച്ചിട്ടൊരു സമ്മേളനം നടന്നു.
പയ്യന്നൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? അവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു സമ്മേളനമായിരുന്നു. അതേപോലെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമുള്ള കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രതിനിധികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനെത്തിയ വ്യക്തിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു 1928 പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തെ, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തെ, അതായത് ഓൾ ഇന്ത്യ പീപ്പിൾസ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ജവഹർലാൽ നെഹ്റു വരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു വന്നിട്ട് അവിടെ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹവും പറഞ്ഞു എന്താണ്? ഈ പറയുന്ന ഐക്യ കേരളം എന്ന് പറയുന്ന ആവശ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുടെ പിന്തുണ ഇവിടെ കിട്ടുകയാണ്. അങ്ങനെ ഈ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ 1928 മുതൽ ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും അത് ഏറ്റവും ശക്തിമത്തായി നടത്തപ്പെട്ട വർഷം എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാവോ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ഘട്ടം വന്നപ്പോൾ. കാര്യം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ പോകും, പിന്നെ ഉള്ളത് ആരാണ്? ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ഈ പറയുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ 3 പീസായിട്ട് നിന്നാൽ മതിയോ? ഇത് ഒന്നിക്കേണ്ട എന്നൊരു ചിന്ത ഇവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ശക്തിപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ലീഡറായിട്ട് കെ കേളപ്പനെ നിശ്ചയിക്കുന്നു. അങ്ങനെ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ 1947 എവിടെയാണ്? തൃശൂർ ജില്ലയിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. മലബാറിലെയും അതേപോലെ കൊച്ചിയിലെയും അതേപോലെ തിരുവിതാംകൂറിലെയും എല്ലാം ജനപ്രതിനിധികൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള, ജനപ്രതിനിധികളല്ല, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മുടെ കൊച്ചിയിലെ രാജാവ്, മഹാമനസ്കനായിട്ടുള്ള രാജാവ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? രാമവർമ്മ പരീക്ഷിത്. കൊച്ചി രാജാവായ രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ പറഞ്ഞു, കൊച്ചിയും തിരുവിതാംകൂറും മലബാറും തമ്മിൽ എന്താണ് ഒരുമിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അധികാരമെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന രാജ്യങ്ങളുടെ ലയനത്തിന് വേണ്ടിയിട്ട്, ഐക്യ കേരളത്തിന് വേണ്ടിയിട്ട് അധികാരം എന്ന് പറയുന്നത് ഒഴിയുവാൻ തയ്യാറായ ആദ്യത്തെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് രാമവർമ്മ പരീക്ഷിത് തമ്പുരാനാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം എന്തെന്നറിയാമോ? സർക്കാർ പ്രസ്സിൽ അച്ചടിക്കുന്ന 5 പഞ്ചാംഗം എനിക്ക് എല്ലാ വർഷവും തന്നുകൊള്ളണം എന്ന ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നു. സർക്കാർ പ്രസ്സിൽ അച്ചടിക്കുന്ന പഞ്ചാംഗം അദ്ദേഹത്തിന് 5 എണ്ണം കൊടുക്കണം. അത് മാത്രമേ അദ്ദേഹത്തിന്റെ ഡിമാൻഡായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്റെ രാജ്യം ഞാൻ ജനാധിപത്യത്തിന് വേണ്ടി വിട്ടുതരാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു? ലയനം എന്ന് പറഞ്ഞ പ്രക്രിയ ശക്തിപ്പെട്ടു വരികയാണ്. അപ്പോഴേക്കും എന്താണ്? 1948 സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരായിരുന്നു എസ് കെ ധർ കമ്മീഷൻ. ആ എസ് കെ ധർ കമ്മീഷന്റെ മുന്നിലേക്ക് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും മലബാറിനെയും തമ്മിൽ ലയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുകൊണ്ട് നമ്മുടെ കെ കേളപ്പനെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു? നിവേദനങ്ങളൊക്കെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. അങ്ങനെ നിവേദനങ്ങളെല്ലാം സമർപ്പിച്ചു. പക്ഷെ എസ് കെ ധർ കമ്മീഷൻ നോക്കിയിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചാലുണ്ടാവുന്ന ഗുണവും ദോഷവും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എസ് കെ ധർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ഈ എസ് കെ ധർ കമ്മീഷന്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായിട്ട് വന്നത് 3 അംഗ സമിതിയാണ്. ആ 3 അംഗ സമിതിയുടെ പേരായിരുന്നു JVP കമ്മിറ്റി എന്ന് പറയുന്നത്. JVP കമ്മിറ്റി എന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അങ്ങനെ ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും പട്ടാഭി സീതാരാമയ്യയും കൂടിയിട്ട് ചർച്ച ചെയ്തിട്ട് അവരൊരു തീരുമാനത്തിലെത്തി. അവർ പറഞ്ഞ കാര്യം എന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങളോ ഉള്ളത്? ഇപ്പൊ നിലവിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയിൽ മൊത്തം എത്ര ഭാഷകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 400-ലധികം ഭാഷകളുണ്ട്. അപ്പോൾ 400-ലധികം സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടി വരില്ലേ? അത് ഇന്ത്യയുടെ ശിഥിലീകരണത്തിന് കാരണമാകില്ലേ? അതുകൊണ്ട് ഭാഷാ സംസ്ഥാനം എന്നുള്ള വാദം ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ വികസനം, രാഷ്ട്രത്തിന്റെ സുരക്ഷ, ഇതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പ്രവിശ്യകളാണ് രൂപീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഭാഷാ സംസ്ഥാന വാദത്തെ JVP കമ്മിറ്റി അങ്ങോട്ട് നിരാകരിച്ചു.
JVP കമ്മിറ്റി ഭാഷാ സംസ്ഥാനവാദം നിരാകരിച്ചു കഴിഞ്ഞപ്പോൾ മദ്രാസ് എന്ന സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിനെ കേരള സംസ്ഥാനം രൂപീകരിക്കുവാനായിട്ട് വിട്ടുകിട്ടുക എന്ന് പറയുന്നത് അസംഭവ്യമായി തീരുകയും ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഭാഗം അറ്റുപോവുകയും ചെയ്തു. അങ്ങനെ രണ്ട് നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂറും കൊച്ചിയും ലയിക്കാൻ തീരുമാനിച്ചപ്പോൾ മലബാറിനെ വിട്ടുകിട്ടാതെ വന്നതിനെ തുടർന്നാണ് 1949 ജൂലൈ മാസം 1-ാം തീയതി ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിച്ചു ചേർന്നു തിരുക്കൊച്ചി എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലായി പിന്നത്തെ ചർച്ചകൾ. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർ പറഞ്ഞ കാര്യം എന്താണ്? കൊച്ചിയിലെ രാജാവ് പറഞ്ഞു, എനിക്ക് 5 പഞ്ചാംഗം മതി, ഞാൻ ഹാപ്പിയാണ്, ഞാൻ എല്ലാം ഒഴിയാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് രാജാക്കന്മാരിൽ ഒരാൾ രാജപ്രമുഖൻ എന്നൊരു സ്ഥാനം സ്വീകരിക്കും. അത് ഉറപ്പ് കിട്ടിയ ആർക്ക്? തിരുവിതാംകൂറിലെ ഭരണാധികാരിയെ ശ്രീ ചിത്തിര തിരുനാള് ബാലരാമവർമ്മയ്ക്ക്. അതേപോലെയോ തിരുവിതാംകൂറിലെ രാജാവ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ, തിരുവിതാംകൂറിലല്ല കൊച്ചിയിലെ രാജാവ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ പ്രധാനമന്ത്രിയും പറഞ്ഞു, എന്റെ രാജാവ് സ്ഥാനമൊഴിഞ്ഞില്ലേ. അതേപോലെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ ഞാനും സ്ഥാനമൊഴിയാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥാനമൊഴിഞ്ഞ കൊച്ചിയിലെ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇക്കണ്ട വാര്യർ എന്ന് പറയും. ഇക്കണ്ട വാര്യർ. അങ്ങനെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ ഇക്കണ്ട വാര്യരും സ്ഥാനമൊഴിഞ്ഞു. കൊച്ചിയിലെ രാജാവായ രാമവർമ്മ പരീക്ഷത്തും സ്ഥാനമൊഴിഞ്ഞു. അങ്ങനെ തിരുവിതാംകൂറിലെ രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖൻ എന്ന സ്ഥാനം ഏറ്റെടുക്കുന്നു. തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ TK നാരായണപിള്ള. പറവൂർ TK നാരായണപിള്ള ആരാകുന്നു? തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ TK നാരായണപിള്ള തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയുമാവുകയാണ്. അങ്ങനെ 1949 ജൂലൈ മാസം 1-ാം തീയതി തിരുക്കൊച്ചി എന്ന സംസ്ഥാനം നിലവിൽ വരികയാണ്. അപ്പോൾ അവിടെ തലസ്ഥാനങ്ങളുടെ വിഭജനം കൂടി നടന്നു. തലസ്ഥാനങ്ങൾ 4 എണ്ണമുണ്ട്. ആ 4 തലസ്ഥാനങ്ങളിൽ ഒരു തലസ്ഥാനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ, എന്ന് വെച്ചാൽ ഗവർണർ അഥവാ രാജപ്രമുഖൻ ഇരിക്കുന്ന സ്ഥലം. അത് തിരുവിതാംകൂറായിട്ട് നിശ്ചയിച്ചു. 2 ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ. ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി ഇരിക്കുന്ന സ്ഥലം. എന്ന് വെച്ചാൽ തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രി ഇരിക്കുന്ന സ്ഥലം അതിവിടെയാണ്, തിരുവനന്തപുരം. അങ്ങനെ ഇത് രണ്ടും തിരുവനന്തപുരം അങ്ങോട്ട് ഏറ്റെടുത്തു. 3-ാമത്തേത് ലീഗൽ ക്യാപിറ്റൽ, നിയമതലസ്ഥാനം. നിയമതലസ്ഥാനം ആർക്ക് വിട്ടുകൊടുത്തു? കൊച്ചിക്ക് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് കൊച്ചിയിൽ ഹൈക്കോടതി പെർമനന്റ് ആയിട്ട് വരുന്നത്. കൊച്ചിൻ ഹൈക്കോടതിനെ ലീഗൽ ക്യാപിറ്റൽ ആയിട്ട് വിട്ടുകൊടുത്തു. പിന്നെയോ കൾച്ചറൽ ക്യാപിറ്റൽ, സാംസ്കാരിക തലസ്ഥാനം. അങ്ങനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള സ്ഥാനം ആർക്ക് കിട്ടുന്നത്? തൃശ്ശിവപ്പേരൂരിന് കിട്ടുന്നത്, തൃശ്ശൂരിന് കിട്ടുന്നത്. അങ്ങനെ ഈ 4 തലസ്ഥാനങ്ങളെ തമ്മിൽ എന്ത് ചെയ്യാണ്? പങ്കിട്ടെടുക്കുകയാണ്. അങ്ങനെ പങ്കിട്ടെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ 1949 ജൂലൈ മാസം 1-ാം തീയതി ആര് ഭരണമേൽക്കുകയാണ്? നമ്മുടെ പറവൂർ TK നാരായണപിള്ള ഭരണമേൽക്കുകയാണ്. അങ്ങനെ പറവൂർ TK നാരായണപിള്ള ഭരണം ഏറ്റെടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറായി. ഇന്ത്യൻ ഭരണഘടന തയ്യാറാവുക മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന ഈ രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെടുകയാണ് 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന സമർപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ വെച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ പദവിയെ കുറിച്ച്. ഗവർണർ എന്നൊരു പദവിയേ ഉള്ളൂ, രാജപ്രമുഖൻ എന്നൊരു പദവിയില്ല. എന്നാലും അദ്ദേഹം രാജപ്രമുഖൻ എന്ന സ്ഥാനത്ത് താൽക്കാലികമായിട്ട് തുടരാനായിട്ട് അനുമതി കൊടുത്തു. പക്ഷേ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളുണ്ട്. അതാരാണ്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ അറിയപ്പെടുന്നതാണ്. പ്രധാനമന്ത്രി രാജ്യത്തിനെ ഉണ്ടാകാൻ പാടുള്ളൂ, സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് വന്നപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനമാണ്. അപ്പൊ തിരുക്കൊച്ചിക്ക് മുതൽ പ്രധാനമന്ത്രി പാടില്ല. അങ്ങനെ 1950 ജനുവരി 26 മുതൽ തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രി ആരായി മാറുകയാണ്? മുഖ്യമന്ത്രിയായി മാറുകയാണ്. അങ്ങനെ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി ആരായി? തിരുക്കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന പറവൂർ TK നാരായണപിള്ള തന്നെ തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടും വരികയാണ്. അപ്പൊ തിരുക്കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ഒരാൾ തന്നെയാണ്, പറവൂർ TK നാരായണപിള്ള തന്നെയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പറവൂർ TK നാരായണപിള്ള
രാജിവെച്ചൊഴിയുന്നുണ്ട്, ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നയാളുടെ പേരാണ് സി കേശവൻ. സി കേശവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ രാജിവെക്കേണ്ടതായിട്ട് വന്നു. സി കേശവൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ശബരിമല ക്ഷേത്രത്തിന് തീപിടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരമ്പലം കത്തി നശിച്ചാൽ അത്രയും അനാചാരങ്ങൾ നശിച്ചു എന്ന് പറയുന്ന ആളാണ് സി കേശവൻ. അതിനുശേഷം മറ്റൊരാൾ വന്നു, അദ്ദേഹത്തിന്റെ പേരാണ് ആനാപ്പറമ്പിൽ AJ ജോൺ എന്ന് പറയും. AJ ജോൺ ആനാപ്പറമ്പിൽ എന്ന് പറയും. AJ ജോണിന്റെ പ്രത്യേകത, അദ്ദേഹം തമിഴ്നാട് കോൺഗ്രസിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട്, കന്യാകുമാരിയിലെ കോൺഗ്രസിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ആളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് 1952 പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുകയും മുഖ്യമന്ത്രിയായിട്ട് മാറുകയും ചെയ്ത വ്യക്തി എന്നുള്ളതാണ് AJ ജോണിന്റെ പ്രത്യേകത. അതായത് പൊതു തെരഞ്ഞെടുപ്പിലൂടെ ആദ്യം കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് AJ ജോൺ. കുറച്ചു കഴിഞ്ഞപ്പോൾ AJ ജോണിന് കന്യാകുമാരിയിലെ കോൺഗ്രസ്സുകാരെ പിന്തുണ പിൻവലിച്ചു. അപ്പൊ കോൺഗ്രസ് പിന്നെ ഒരു പിന്തുണ കൊടുക്കില്ല എന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനായിട്ടുള്ള പട്ടം എ താണപ്പിള്ള തിരുക്കൊച്ചിയുടെ ആരായിട്ട് വരികയാണ്? മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പട്ടത്തിന്റെ കാറ്റും പോയി. അത് കഴിഞ്ഞപ്പോൾ എന്താണ്? കൊച്ചിൻ കോൺഗ്രസിന്റെ ആളായിട്ടുണ്ടായിരുന്ന ആര് വരികയാണ്? നമ്മുടെ പനംപിള്ളി ഗോവിന്ദമേനോൻ വരികയാണ്. അങ്ങനെ പനംപിള്ളി ഗോവിന്ദമേനോൻ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ആ നിയമം, നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കപ്പെടുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും തമ്മിൽ ലയിച്ചു ചേരാനായിട്ട് തീരുമാനമെടുക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ രാഷ്ട്രീയപരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതോടുകൂടി എന്ത് ചെയ്യുകയാണ്? കേന്ദ്രം ഒരു തീരുമാനമെടുക്കുന്നു. കേന്ദ്രം തീരുമാനമെടുത്തത് എന്താണ്? നമ്മളുടെ രാജപ്രമുഖൻ എന്ന സ്ഥാനം അങ്ങ് റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ മേൽ രാഷ്ട്രപതി ഭരണം അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖൻ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന പനംപള്ളി ഗോവിന്ദമേനോന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. പകരം ഇവിടെ ഈ കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനുള്ള ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ താൽക്കാലിക ഗവർണറായിട്ട് നിശ്ചയിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേര് PS റാവു എന്ന്. PS റാവു. PS റാവു താൽക്കാലിക ഗവർണറായിട്ട് ഇവിടെ നിയമിക്കപ്പെടുകയാണ്. അങ്ങനെ PS റാവു ഇവിടെ താൽക്കാലിക ഗവർണറായിട്ട് നിശ്ചയിക്കപ്പെടുന്നുണ്ട്. ആ PS റാവു ഇവിടെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണം നടക്കുന്നത്. അങ്ങനെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയാണ് 1956 നവംബർ മാസം 1-ാം തീയതി. ഏതൊക്കെ പ്രദേശങ്ങൾ? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും, ഈ 3 പ്രദേശങ്ങൾ കൂടിച്ചേർന്നിട്ട് കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം രൂപം കൊണ്ടു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വിട്ടുകൊടുക്കലുകളൊക്കെ ഉണ്ടായി. ഈ തിരുവിതാംകൂറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്നറിയപ്പെടുന്ന കുറച്ച് മേഖലകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയെന്നറിയാവോ? കൽക്കുളം, വിളവൻകോട്, തോവാള, അഗസ്തീശ്വരം, ചെങ്കോട്ട. അല്ലെ? ചെങ്കോട്ട, കൽക്കുളം, തോവാള, വിളവൻകോട്, അഗസ്തീശ്വരം എന്നീ 5 പ്രദേശങ്ങള് തമിഴ്നാടിന് വിട്ടുകൊടുത്തു. അതേപോലെ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന, ദക്ഷിണ കേരള ജില്ലയുടെ ഭാഗമായിരുന്ന ഹൊസ്ദുർഗ്, കാഞ്ഞങ്ങാട് എന്നിവ കേരള സംസ്ഥാനത്തിനായിട്ട് വിട്ടുകിട്ടി. അതേപോലെ ഇടുക്കി ജില്ലയുടെയും നമ്മുടെ പാലക്കാട് ജില്ലയുടെയും കുറച്ചു ഭാഗങ്ങൾ, തമിഴ്നാടിൻ്റെതായിട്ട് ഇരുന്ന ഭാഗങ്ങൾ നമ്മുടെ കേരളത്തിന് വിട്ടുകിട്ടി. അതാണ് ഇടുക്കിയിലും ഈ പറയുന്ന പാലക്കാടും തമിഴ് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണ് 1956 നവംബർ മാസം 1-ാം തീയതി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ഈ സംഭവത്തിനെയാണ് നമ്മൾ കേരള പിറവി എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ കേരള പിറവിക്ക് കാരണമായത് ഏത് പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അതാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്നറിയാവോ? ഇവിടെ ഇലക്ഷൻ നടക്കണം. അങ്ങനെ 1957 അല്ലെ ഫെബ്രുവരി മാസം
28 മുതൽ മാർച്ച് 11 വരെയുള്ള ദിനങ്ങളിലായിട്ട് ഇവിടെ ഇലക്ഷൻ നടന്നു. അങ്ങനെ ഇലക്ഷൻ നടന്നപ്പോൾ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടികൾ ഇങ്ങനെ മത്സരിച്ചു. അങ്ങനെ മത്സരിച്ച പാർട്ടികൾ എത്ര സീറ്റുകളിലേക്കാണ് മത്സരിച്ചത്? 126 സീറ്റിലേക്കാണ് മത്സരിച്ചത്. 126 സീറ്റിലേക്ക് മത്സരിച്ചു. ആ 126 സീറ്റുകളിൽ ഏതാണ്ട് 14 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ 2 ജനപ്രതിനിധികളെ വിജയിപ്പിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ, അതായത് സംവരണ മണ്ഡലങ്ങൾ 14 കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ 14 മണ്ഡലങ്ങൾ എങ്ങനെയുള്ള മണ്ഡലങ്ങളായിരുന്നു? ദ്വയാംഗ മണ്ഡലങ്ങൾ ആയിരുന്നു. അപ്പോൾ ആ 126 സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ആര്? 60 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയത് CPI ആണ്. മാത്രമല്ല നമ്മുടെ ആരൊക്കെയാണ്? വിദ്യാഭ്യാസ വിചക്ഷണനായ ജോസഫ് മുണ്ടശ്ശേരി, ജസ്റ്റിസ് VR കൃഷ്ണഗിരി, ഡോക്ടർ KB മേനോൻ, അങ്ങനെ നല്ല എമിനന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഒരു 5 പേര് എന്ത് ചെയ്തു? സ്വതന്ത്രരായിട്ട് നിർത്തി വിജയിപ്പിച്ചു. അങ്ങനെ മൊത്തം 65 സീറ്റ് ആർക്ക് കിട്ടുകയാണ്? CPIക്ക് കിട്ടുകയാണ്. പിന്നെ അന്നത്തെ വ്യവസ്ഥ പ്രകാരം ഒരു ആംഗ്ലോ ഇന്ത്യൻ നോമിനി വരും. ആംഗ്ലോ ഇന്ത്യൻ നോമിനിയായിട്ട് ഒരാളെയും കൂടി കിട്ടുമ്പോൾ മൊത്തം 66 സീറ്റ്. അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം, വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് അല്ലെ? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ നോമിനിയെ കൂടി കിട്ടുകയാണ് ഇവിടെ. അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ നോമിനിയായ വില്യം ഹാമിൽട്ടൺ ഡിക്രൂസിനെ കൂടി കിട്ടുമ്പോൾ 66 പേരുമായിട്ട് 126 സീറ്റിൽ, അല്ല 127 സീറ്റ് അല്ലെ? ആംഗ്ലോ ഇന്ത്യൻ കൂടി അതിനകത്ത് +1 കിട്ടിയല്ലേ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് അധികാരത്തിൽ വരുന്നു. അങ്ങനെ ആ പാർട്ടി ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം നടക്കുന്നത്, വിമോചന സമരം നടക്കുന്നത്. അപ്പോൾ വിമോചന സമരം ഇനി ഒന്നുകൂടി പറയണമെന്നുണ്ടോ? വേണ്ടല്ലോ. വേണമെന്നുണ്ടോ? നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണ്. പറയണമെന്നുണ്ടെങ്കിൽ പറയാം, വേണ്ടെങ്കിൽ ഒഴിവാക്കി നമുക്ക് അടുത്തതിലിട്ട് കിടക്കാം. പറഞ്ഞോളൂ. ക്ലാസ്സിൽ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ആരെങ്കിലും ഉണ്ടോ പറയുന്നത് കേൾക്കാനായിട്ട്? ഇന്നലെ പറഞ്ഞതാണ്. ഉണ്ട്. ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ അത് വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇന്ന് ആരൊക്കെ ഉണ്ട്? ലിൻസ് ഉണ്ട്, അഖിലുണ്ട്, സീനയുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിലെ? ലെൻസ് ഉണ്ട്. അതാ അപ്പുറത്തൊക്കെ മാറിയോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഈ വിമോചന സമരത്തെ പറ്റി പറഞ്ഞതാണ്. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഗവൺമെന്റ് വന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. എന്നാലും 1957 അധികാരത്തിലെത്തി ഈ ഗവൺമെന്റ് നൽകിയ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന് പറയുന്നത് കൃഷിഭൂമി കർഷകന് കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കൃഷിഭൂമി കർഷകന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നിയമവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി VR കൃഷ്ണയ്യരും, അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഭവന സംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗൗരിയമ്മയുമായിട്ട് ഒരു നിയമം തയ്യാറാക്കുന്നു. ആ നിയമമാണ് നമ്മൾ ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭൂപരിഷ്കരണ നിയമം തയ്യാറാക്കുമ്പോൾ കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കും. അങ്ങനെ ഭൂമി പിടിച്ചെടുക്കുമ്പോൾ ജന്മിമാരുടെ കൈകളിൽ നിന്ന് ഭൂമി നഷ്ടപ്പെടുന്നത്. അപ്പോ തങ്ങളുടെ കൈവശമുള്ളതെല്ലാം പിടിച്ചെടുത്ത് സോഷ്യലിസം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും എന്ന ചിന്ത ഈ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണപരമായിട്ട് പോയി. അതായത് 10-12 പശുവൊക്കെ ആയിട്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിന്റെ പശുവിനെ പിടിച്ചെടുത്തിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പശു ഇല്ലാത്തവന് കൊടുക്കൂടാ എന്ന് പറയുമ്പോൾ ക്ഷീര കർഷകനാരാകും? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി മാറും. അങ്ങനെ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിനെതിരായിട്ട് ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയാണ്. ആ പ്രക്ഷോഭം 1959 ആരംഭിക്കുന്നത്. 1959 ഏപ്രിൽ 14 തീയതി ചേർത്തലയിൽ വെച്ചിട്ട് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് ഈ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു വിമോചനമാണ് നമുക്ക് വേണ്ടത്. ആ വിമോചനത്തിന് വേണ്ടി ഒരു സമരം നമ്മൾ ജാതി മത രാഷ്ട്രീയ വർഗവർണ്ണ ഭേദമന്യേ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത്. ആ പ്രഭാഷണമാണ് വിമോചന സമരം എന്നൊരു പേര് സംഭാവന ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കേരള സമൂഹം ഏറ്റവും കൂടുതൽ ആദരവോടെയും ബഹുമാനത്തോടെയും കൂടി കണക്കാക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. ആ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ 83-ാമത്തെ വയസ്സിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ പിതൃഭൂമിയായ സോവിയറ്റ് റഷ്യയിലേക്ക് കെട്ടിച്ചതിന് ശേഷം മാത്രമേ എന്റെ ബുദ്ധിക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ട് മന്നത്ത് പത്മനാഭൻ അങ്കമാലിയിൽ നിന്നും ഒരു യാത്ര നടത്തുവാൻ തീരുമാനിക്കുകയാണ്. ആ യാത്രയുടെ പേരാണ് നമ്മൾ പറഞ്ഞ ജീവശിഖ യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര. അങ്കമാലിയിലും ചെറിയതുറയിലും ചന്ദനത്തോപ്പിലും മൂന്നാറിലും അതേപോലെ തിരുവല്ല മുതലായ ഭാഗങ്ങളിലേക്ക് വെടിവെപ്പുണ്ടായി.
10-15ഓളം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനെ തുടർന്ന് കേരളത്തിന്റെ ക്രമസമാധാന നില താറുമാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം 1959 ജൂലൈ മാസം 31 തീയതി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 പ്രകാരം പ്രഖ്യാപിച്ച ആ ഭരണഘടന അല്ലെങ്കിൽ ആ ഒരു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടുവാനായിട്ട് ശ്രമിച്ച ആദ്യത്തെ സംഭവമാണ്. ഇതിന്റെ ഭാഗമായിട്ട് മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന് പറഞ്ഞൊരു ബഹുമതി കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓർക്കുക. അങ്ങനെ ഇവിടെ വീണ്ടും രാഷ്ട്രപതി ഭരണം വരികയാണ്. ഈ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം, അതായത് ഈ വിമോചന സമരം നടക്കുന്ന സമയത്ത് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആളുടെ പേര് ആർ ശങ്കർ. അതേപോലെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് പി ടി ചാക്കോ. അപ്പൊ ആർ ശങ്കറും പി ടി ചാക്കോയും ഈ പറയുന്ന വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തതാണ്. വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് PSP ഉണ്ട്. ഓൾറെഡി കോൺഗ്രസ് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗ്, RSP. അപ്പൊ RSP, മുസ്ലിം ലീഗ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നീ പാർട്ടികളാണ് ഇവിടെ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ആ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ നേരത്ത് ഇവരിൽ കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്യുന്നു? സംഘടിച്ച് മത്സരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് 1960-ലാണ്. 1900 സാർ, വിമോചന സമരത്തിന്റെ അപ്പൊ കാരണം പറയുമ്പോൾ ഭൂപരിഷ്കരണ നിയമവും പിന്നെ വിദ്യാഭ്യാസ പരിഷ്കരണം, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും കാരണം. വിദ്യാഭ്യാസ ബില്ല്, ഭൂപരിഷ്കരണ ബില്ല്. പിന്നെ മറ്റൊരു കാരണം ഹിഡൻ അജണ്ടയാണ്. അതായത് CPI, അതായത് 1956 നമ്മുടെ ഇന്ത്യയിലെ എത്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടായിരുന്നു ഭാഷാടിസ്ഥാനത്തില്? 14 14 സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഇതിൽ 14-ൽ 13ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന പ്രദേശമാണ്. ഒരെണ്ണം മാത്രമാണ് CPI എന്ന് പറഞ്ഞ പാർട്ടി ഭരിക്കുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഓർക്കുക. ആ കാലഘട്ടം എന്ന് പറയുന്നത് കോൾഡ് വാറിന്റെ ഒരു പീരീഡും കൂടിയാണ്. കോൾഡ് വാർ പീരീഡ്. അതുകൊണ്ട് കമ്മ്യൂണിസം എവിടെയെല്ലാം വ്യാപിക്കുന്നു അവിടെയെല്ലാം വ്യാപിക്കുന്ന കമ്മ്യൂണിസത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫണ്ടിങ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവര് പറയുന്ന അമേരിക്കക്കാര് ഫണ്ട് ഇട്ടിട്ടാണ് ഇവിടെ വിമോചന സമരം നടന്നെന്ന് പറയുന്നത്. ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല. പക്ഷെ അന്ന് കോൾഡ് വാറിന്റെ കാലഘട്ടമായതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് ചേരിയിലുള്ള ആൾക്കാര് കമ്മ്യൂണിസം ഒരു രാജ്യത്തും ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന രീതിയിൽ ഫണ്ടിങ് ചെയ്യുമായിരുന്നു. അതായിരിക്കാം അവരങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്നാണ് പറയുന്നത്. അത് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആ സമയത്ത് നമ്മുടെ ഈ പാർലമെന്റ് അല്ല, നമ്മുടെ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ നെഹ്റുവിനെ EMS-ഉം TV തോമസും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ നെഹ്റു പറയുന്നു ഇന്ദിരാഗാന്ധിയാണെന്ന്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നയാൾ ഇന്ദിരാഗാന്ധിയെ കൂടി ഇന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് നിർദ്ദേശിക്കുന്നു. ആ സമയത്ത് മദ്രാസിൽ വെച്ചിട്ട് സമ്മേളനം നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെ കാണാനായിട്ട് TV തോമസും നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യരും കൂടിയാണ് പോകുന്നത്. പക്ഷെ ഇന്ദിരാഗാന്ധി ഇവർക്ക് കാണുവാനായിട്ടുള്ള സമയം അനുവദിക്കാതെ, ഇവർക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അനുവാദം കൊടുക്കാതെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഇവരെ കാണാനായിട്ട് കൂട്ടാക്കിയില്ല. അങ്ങനെ ഇവർക്ക് ഇന്ദിരാഗാന്ധിയെ കാണുവാനോ കാര്യങ്ങൾ പറയാനോ സാധിച്ചിരുന്നില്ല. ഇന്ദിരാഗാന്ധി രാജേന്ദ്ര പ്രസാദിനെ കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നും നെഹ്റു ഇതിൽ നിരപരാധിയാണ് എന്നും മറ്റൊരു കിംവദന്തി ഉണ്ട്. പക്ഷെ അതിനുശേഷം 1966 കൂടി രാഷ്ട്രീയത്തിൽ നിന്നും മാറിയ VR കൃഷ്ണയ്യർ നിയമത്തിന്റെ പാതയിലേക്ക് പോകുന്നു. അങ്ങനെ നിയമത്തിന്റെ പാതയിലേക്ക് പോയ VR കൃഷ്ണയ്യർ പിന്നീട് ഇന്ദിരാഗാന്ധിയെ കിട്ട് സൗഹൃദമൊക്കെ എത്തുന്നു. ആ VR കൃഷ്ണയ്യരുടെ ബെഞ്ചിലേക്കാണ് 1976 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ബില്ല് ചെല്ലുന്നത്. 75 ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ശരിയാണോ എന്ന രീതിയിൽ വിധി പറഞ്ഞത് ആരാണ്? VR കൃഷ്ണയ്യരാണ്. VR കൃഷ്ണയ്യർക്ക് ഇന്ദിരാഗാന്ധിയുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. പക്ഷേ VR കൃഷ്ണയ്യർ അലഹബാദ് ഹൈക്കോടതിയുടെ തീരുമാനം ശരിവയ്ക്കുകയും ഇന്ദിരാഗാന്ധിക്ക് ലോക്സഭാ അംഗം എന്ന നിലയിൽ തുടരുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയിൽ തുടരുവാനായിട്ട് സാധിക്കും. കാര്യം ലോക്സഭാ അംഗമല്ലാത്ത, സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തിക്ക് 6 മാസക്കാലത്തോളം മന്ത്രിസ്ഥാനം വഹിക്കാമെന്നുള്ള വ്യവസ്ഥയാണ് അവിടെ അദ്ദേഹം ഉദ്ധരിച്ചത്. പക്ഷേ നമ്മുടെ ജയപ്രകാശ് നാരായണൻ പറഞ്ഞു, ഈ കോടതി ഉത്തരവ് ഇന്ദിരാഗാന്ധി പാലിക്കുന്നില്ല, അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നു, ഇത് ഏകാധിപത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ ചെറുപ്പക്കാരോട്
കർഷകരോട്, വിദ്യാർത്ഥികളോട്, തൊഴിലാളികളോട്, സ്ത്രീകളോട്, സർക്കാർ ഉദ്യോഗസ്ഥരോട്, എന്തിന് ആർമിയോട് വരെ പറഞ്ഞു നിങ്ങൾ കലാപത്തിന് ഇറങ്ങാൻ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഇന്ദിരാഗാന്ധി വീടിന് പുറത്തിറങ്ങാൻ രക്ഷയില്ലാത്ത മാർഗത്ത് ഇന്ദിരാഗാന്ധിയുടെ വീട് ഉപരോധിക്കപ്പെട്ട ഘട്ടത്തിലാണ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചത്. അത് നമ്മളിപ്പോ അഡീഷണലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഈ പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ പിരിച്ചുവിടപ്പെടാനുണ്ടായ കാരണം ഇതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് ഓർത്തേക്ക്. ഓക്കെ സീന? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ ഓക്കെ. പിന്നീട് ഈ രാഷ്ട്രപതി ഭരണമൊക്കെ മാറിയിട്ട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരും. ഇത് നമുക്ക് സിലബസിലുണ്ട് കേട്ടോ. വിമോചന സമരത്തില് നമ്മളെ NSSന്റെ വലിയൊരു പങ്കില്ലേ? ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കൂടാതെ NSSകാർക്ക് സ്കൂളുകൾ കുറെ ഉള്ളതുകൊണ്ട് അവരെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസങ്ങളൊക്കെ വന്ന സ്ഥിതി. അതെ, അവരുടെ വിദ്യാഭ്യാസ ബില്ല്, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്. അപ്പൊ വിദ്യാഭ്യാസ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ അധ്യാപകരെ, പ്രത്യേകിച്ച് അന്നത്തെ സർക്കാർ സ്കൂളുകളില്ല, കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകൾ അന്നായിട്ടില്ല. അന്ന് കൂടുതൽ സ്കൂളുകളുള്ളത് സ്വകാര്യ മാനേജ്മെന്റുകൾക്കാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് കൂടുതലുണ്ട്, അതേപോലെ NSSനും കൂടുതലുണ്ട്. അപ്പൊ ഇവിടുത്തെ സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്നത് ഇവരാണ്, അധ്യാപകരുടെ സ്ഥലം മാറ്റം നിശ്ചയിക്കുന്നത് ഇവരാണ്. എന്നാൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ചുമതല എന്ന് പറയുന്നത് സർക്കാരിനുമായിരുന്നു. അപ്പോൾ ഈ സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകരുടെ നിയമനവും സ്ഥലം മാറ്റവും അവരുടെ സേവന വേതന വ്യവസ്ഥകളും അവരുടെ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള പദ്ധതികളും കാര്യങ്ങളും സ്കൂളിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിയന്ത്രണത്തിന്റെ ആ കാര്യങ്ങൾ ഗവൺമെന്റ് അറിയണമെന്നുള്ള ഒരു നിബന്ധന വന്നപ്പോൾ സ്കൂളിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും സർക്കാർ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നൊരു ഒരു തെറ്റിദ്ധാരണ മാനേജ്മെന്റുകൾക്കുണ്ടായി. അപ്പോൾ നൂറുകണക്കിന് സ്കൂളുകളുള്ള NSS പോലെയുള്ള മുസ്ലിം മാനേജ്മെന്റ് പോലെയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് പോലെയുള്ള സംഘടനകൾ ഒന്നടങ്കം ഈ പറയുന്ന നിയമത്തിനെതിരായി. ഫാദർ വടക്കൻ, നമ്മൾ കേട്ടിട്ടില്ലേ വടക്കൻ എന്ന് പറഞ്ഞ ആൾക്കാര്? വടക്കൻ എന്ന് പറഞ്ഞൊരു ഫാദറോ, ആ വടക്കൻ ഫാദർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന അദ്ദേഹം അങ്ങനെ ഒരു സംഘടന ഉണ്ടായി. ഞാൻ പേര് ഇന്നലെ ഞാൻ പറഞ്ഞത് ഒരു സംഘടന ഈ ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ വിമോചന സമരകാലത്തുണ്ടായി. എന്തോ ക്രിസ്ത്യൻ ബ്രദേഴ്സോ ക്രൈസ്റ്റ് ബ്രദേഴ്സോ ആ ഒരു അർത്ഥം വരുന്നൊരു സംഘടനയാണ് ഉണ്ടാക്കിയത്. സാറേ, ഇൻഫാം എന്ന് പറയുന്ന ഒരു സംഘടന അച്ഛന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അതെ, ആ സംഘടനയും അച്ഛൻ്റെ തന്നെ. ആ ഇൻഫാം ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയത്. വിമോചന സമരകാലത്ത് അദ്ദേഹത്തിന് സംഘടന ഉണ്ടായിരുന്നു. അത് ആ സംഘടന ഫാദർ വടക്കന, അദ്ദേഹം ഈ പറയുന്ന വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവം ആയതുകൊണ്ടാണ് ഇത് സാമുദായിക സംഘടനകൾ നയിച്ച സമരം. ഈ സാമുദായിക സംഘടനകൾക്ക് പുറകെ പോയി നിന്ന് സപ്പോർട്ട് ചെയ്ത ചുമതല മാത്രമേ ആർക്കുള്ളൂ, ഈ പറയുന്ന കോൺഗ്രസിനുള്ളൂ. അന്ന് NSS എന്തോ SNDPയുടെ അന്നത്തെ സെക്രട്ടറി ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നില്ലേ, ജനറൽ സെക്രട്ടറി. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ് R. ശങ്കർ. ഈ R. ശങ്കറാണ് അന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നയാള്. ഈ R. ശങ്കർ മന്നം എന്ന് പറഞ്ഞ ആ മന്നത്ത് പത്മനാഭനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. മന്നത്ത് പത്മനാഭനും R. ശങ്കറും കൂടി 1952 ഒരു സംഘടന ഉണ്ടാക്കിയായിരുന്നു. ആ സംഘടനയുടെ പേരാണ് ഹിന്ദു മഹാമണ്ഡലം. 1951 ശ്യാമപ്രസാദ് മുഖർജി ഏതാണ്ട് ഒരു ജനസംഘം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയായിരുന്നു. ജനസംഘം അല്ല, ജനസംഘം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് അദ്ദേഹം ഹിന്ദുക്കളുടെ ഐക്യമാണല്ലോ കൂടുതൽ കാക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൂട് പിടിച്ചുകൊണ്ട് ഹിന്ദു മഹാമണ്ഡലം എന്ന പേരിൽ 1952 ഈ പറയുന്ന R. ശങ്കറും മന്നത്ത് പത്മനാഭനും തമ്മിലൊരു സംഘടന ഉണ്ടാക്കിയത്. ഇതേ വർഷം തന്നെ ഇവരെന്ത് ചെയ്തു, ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് SNDPക്കാരുടെയും NSSകാരുടെയും ഇടയിൽ കോൺഗ്രസ് അനുയായികളെ കൂട്ടിക്കൊണ്ട് മറ്റൊരു പുറമുന്നണിയും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ R. ശങ്കറും മന്നത്ത് പത്മനാഭനും കോൺഗ്രസ് അംഗങ്ങളാണെങ്കിലും ഇവർ ഈ പറയുന്ന സമുദായ സംഘടനകളെ കൊണ്ടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ബലം കൂട്ടിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. അങ്ങനെയുള്ള R. ശങ്കർ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് നിൽക്കുമ്പോൾ വിമോചന സമരത്തെ അനുകൂലിക്കും, ഉറപ്പാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് സംഭവം. ഓക്കെ. അപ്പോൾ അങ്ങനെ വിമോചന സമരം കഴിഞ്ഞു. വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരെ നമ്മൾ കണ്ടു. അതിനുശേഷം അടുത്ത സംഘടന വരുന്ന ടൈം എന്ന് പറയുന്നത്, അടുത്ത ഇലക്ഷൻ, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ്. അടുത്ത ഗവൺമെന്റ് വരികയാണ്. അത് 1960-ലാണ്. 1960 ഒരു ഗവൺമെന്റ് വരുമ്പോഴുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാല് കോൺഗ്രസ്സുകാര് പരാജയപ്പെട്ടു പോയതല്ലേ, അവർക്ക് എങ്ങനെയെങ്കിലും ജയിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മുന്നണി രൂപീകരിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മുന്നണി രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കേരളമാണ്.
അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് രൂപീകരിച്ച മുന്നണി ഏതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, PSP. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് വിധേനയും അധികാരത്തിൽ നകറ്റണമെന്ന് മാത്രമായിരുന്നു ആരുടെ ചിന്ത? ഇവരുടെ ചിന്ത. ഏത് വിധേനയും അധികാരത്തിൽ നകറ്റുക. അതുകൊണ്ട് എന്ത് ചെയ്തു? PSPയെയും മുസ്ലിം ലീഗിനെയും കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു PSPക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അതുപ്രകാരം ഇലക്ഷൻ മത്സരിച്ചു. 66 സീറ്റ് നേടിക്കൊണ്ട് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. മുസ്ലിം ലീഗും PSPയും കൂട്ടത്തിലുള്ളതല്ലേ. ധാരണ പ്രകാരം നമ്മുടെ പട്ടം താണപ്പിള്ളയെ മുഖ്യമന്ത്രിയാക്കി. അതേപോലെ സീതി കോയ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സീതി കോയ സാഹിബ്. ഈ സീതി കോയ സാഹിബ് എന്ന് പറഞ്ഞ ആളിനെ ആരുവാക്കി? സ്പീക്കറുമാക്കി. നമ്മുടെ ആർ ശങ്കറോ അദ്ദേഹം ഡെപ്യൂട്ടി CM ആയി, ഉപമുഖ്യമന്ത്രിയായി. അതേപോലെ പി ടി ചാക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി. അതായത് പി ടി ചാക്കോ പ്രതിപക്ഷ നേതാവായിരുന്നു. സ്വാഭാവികമായിട്ടും പുള്ളിയാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. ആർ ശങ്കർ KPCC പ്രസിഡന്റാണ്. അതുകൊണ്ട് ആർ ശങ്കരനും മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പട്ടം താണപ്പിള്ളയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് PSPക്കാരനെ. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? 1960 മുതൽ 62 വരെയുള്ള ഒരു കാലഘട്ടമൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ മുന്നണിക്കകത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായി. ഇതിൽ ആദ്യമായിട്ട് പ്രശ്നമുണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്നു. ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? അതിനുമുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി. ഈ സീതി കോയ സാഹിബ് മരിച്ചു. സീതി സാഹിബ് മരിച്ചപ്പോൾ സ്പീക്കറാ മരിച്ചു പോയത്. അപ്പോൾ മുസ്ലിം ലീഗ് അവർക്ക് സ്പീക്കർ സ്ഥാനം ചോദിച്ചു. അപ്പൊ ഇവിടെ CG ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ ഒരാളാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നയാൾ. അപ്പോ CG ഗോവിന്ദൻ നായർ പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, വർഗീയ പാർട്ടിക്ക് ഒരിക്കലും ഞങ്ങൾക്ക് സീറ്റ് തരാനായിട്ട് പറ്റില്ല. കാര്യം ഇപ്പം നല്ല ഭരണമുണ്ട്, സീറ്റും കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് ഈ മുസ്ലിം ലീഗിലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ CG അങ്ങനെ പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനം കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇവരൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആ പാർട്ടിയുടെ അംഗത്വം രാജിവെച്ചിട്ട് ഒരാൾ വന്നാൽ ഞങ്ങൾ സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്പീക്കർ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ മെമ്പറായ, മുസ്ലിം ലീഗിന്റെ MLA ആയ നമ്മുടെ CH മുഹമ്മദ് കോയ സ്പീക്കർ ആകാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ അംഗത്വം രാജിവെച്ചിട്ട് വരുന്നു. അങ്ങനെ CH മുഹമ്മദ് കോയ ആദ്യമായിട്ട് സ്പീക്കർ ആകുന്നു. മുസ്ലിം ലീഗിന് നാണക്കേടാണത്. ആ സന്ദർഭത്തിലാണ് ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയിൽ വരുന്നത്. കേരള നിയമസഭയിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇന്ത്യ വിഭജനത്തെ കുറിച്ചുള്ള കഥയൊക്കെ പറഞ്ഞു വരുന്ന വഴി അദ്ദേഹം മുസ്ലിം ലീഗ് കാണിച്ച, മുഹമ്മദ് അലി ജിന്ന കാണിച്ച കുറച്ച് പോരായ്മകളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു പ്രസ്താവന നടത്തി. ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ചത്ത കുതിരയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന് ഒരു ചത്ത കുതിരയെന്ന് ആര് വിശേഷിപ്പിച്ചു? ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചപ്പോൾ ആ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരിക്കുവാനായിട്ട് മുസ്ലിം ലീഗിന് ബുദ്ധിമുട്ടല്ലേ? അതിന്റെ പേരിൽ മുസ്ലിം ലീഗ് പിണങ്ങി മുന്നണിയിൽ നിന്ന് പോയി. കോൺഗ്രസിന് 66 സീറ്റില്ലേ, അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം. പട്ടം താണപ്പിള്ളയാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അവൾ പട്ടത്തിന് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തിയടിക്കണം. പട്ടം കസേരന്ന് വിടുന്നില്ല. അവസാനം പട്ടത്തിനെ പൊക്കാനായിട്ട് അവർ ഒരു ചൂണ്ടയിട്ടു. ആ ചൂണ്ടയാണ് ഗവർണർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ്. അങ്ങനെ പട്ടത്തിന് പഞ്ചാബ് എന്ന സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനം കൊടുത്തു. പട്ടം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് എങ്ങോട്ടേക്ക് പോയി? പഞ്ചാബിലേക്ക് പോയി. പട്ടം പോയ തക്കത്തിന് PSPയിലുള്ള മറ്റു ചില ആൾക്കാരുണ്ട്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റാരും അറിയാലാത്ത, 4 പേര് അറിയാലാത്ത PSP എന്ന് പറഞ്ഞൊരു പാർട്ടിയിലെ ആൾക്കാർ അവർക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞപ്പോൾ ആർ ശങ്കർ മറ്റും സമ്മതിച്ചില്ല. എന്ത് ചെയ്തു? ആ PSP എന്നുള്ള പാർട്ടിയുടെ അംഗങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 66 പേരില്ല, 126 അംഗ നിയമസഭയിൽ 66 പേരില്ലേ. അതോടുകൂടി എന്താ സംഭവിക്കുക? 66 63 പേര്, പകുതിയിലധികം ആൾക്കാരുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 1962 ആർ ശങ്കർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതായത് ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് ആർ ശങ്കർ. ധനകാര്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് ആർ ശങ്കർ. KPCC പ്രസിഡന്റ് ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് ആർ ശങ്കർ. അങ്ങനെയുള്ള ആർ ശങ്കർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആർ ശങ്കറിനൊരു ഭീഷണി ഉണ്ടാകാൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള PT ചാക്കോയാണ് ഭീഷണി. അതുകൊണ്ട് PT ചാക്കോയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആർ ശങ്കറിനെ എങ്ങനെ താഴെയിറക്കണം PT ചാക്കോയെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവമാണ് PG സംഭവം എന്ന് പറയുന്നത്.
പീച്ചി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു സുഖവാസ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ആഭ്യന്തരമന്ത്രിയായ പി.ടി. ചാക്കോ ഒരു കാർ ഓടിച്ചു പോകുന്നു. കാർ ഓടിച്ചു പോകുന്ന വഴി ആ കാറ് ഒരു പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു 4 പേരുള്ള ഉന്തുവണ്ടിയിൽ ഇടിക്കുന്നു. ആ ഉന്തുവണ്ടിയിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ ഇടിക്കുന്നു. ഈ കാറ് നിർത്താതെ പോകുന്നു. ആൾക്കാർ നോക്കാൻ നേരത്തെ മന്ത്രിയാണ് കാർ ഓടിച്ചിരുന്ന മന്ത്രി കാറ് നിർത്താതെ പോയി. കാറിനകത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയും. മന്ത്രി പോണ വഴി എന്ത് ചെയ്തു? ഈ പീച്ചിയിലെ ടൂറിസ്റ്റ് ഹൗസിലെത്തിയിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എന്റെ വണ്ടി ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പോലീസ് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇത് ഭയങ്കര വലിയ വിഷയമായിട്ട് വന്നു. പി.ടി. ചാക്കോ ഏതോ പെണ്ണുമായിട്ട് കറങ്ങാൻ പോയതാണ്. അതുവഴി അദ്ദേഹം അപാത സഞ്ചാരം നടത്തിയതാണ്. നിയമസഭാ സാമാജികനും മന്ത്രിയുമായിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അതൊരു വിഷയമാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിഷയത്തെ ആരും ഗവനിച്ചില്ല. പക്ഷേ ഭരണപക്ഷത്തു നിന്നുള്ള ആൾക്കാർ പോലും പി.ടി. ചാക്കോയ്ക്ക് എതിരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പി.ടി. ചാക്കോ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണത്തെ നേരിടണമെന്ന് മുഖ്യമന്ത്രിയായ ആർ ശങ്കർ പറഞ്ഞു. അങ്ങനെ പി.ടി. ചാക്കോ എന്ത് ചെയ്യുകയാണ്? ആ സ്ഥാനം, മന്ത്രിസ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് അദ്ദേഹം ഒഴിയാവുകയാണ്. അങ്ങനെ ആർ ശങ്കർ അദ്ദേഹത്തിന്റെ എതിരാളികളെ ഓരോരുത്തരായിട്ട് ഒതുക്കി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ആ സമയത്താണ് ഈ ആർ ശങ്കറിനെതിരായിട്ട് ഈ പി.ടി. ചാക്കോയുടെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവര് പി.ടി. ചാക്കോയുടെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ ഇപ്പുറത്ത് കുറച്ചൊരു കൂട്ടായ്മയൊക്കെ ആയിട്ട് അവർ മാറുന്നുണ്ട്. പക്ഷെ പി.ടി. ചാക്കോ എന്ന് പറഞ്ഞ ആള് പൊതുവെ എല്ലാത്തിൽ നിന്ന് ഒതുങ്ങിപ്പോകുന്ന ഒരാളാണ്. നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിലെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് തിരുവിതാംകൂറിൽ നിന്നും വന്നിരുന്ന വ്യക്തിയും കൂടിയാണ്. 9 പേരിൽ ഒരാളായിരുന്നു ഈ പറയുന്ന നമ്മുടെ പി.ടി. ചാക്കോ എന്ന് പറയുന്നയാള്. അപ്പോൾ അങ്ങനെയുള്ള ആ പി.ടി. ചാക്കോ അദ്ദേഹത്തിന്റെ വക്കീൽ പണിയുമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ കോഴിക്കോട് വെച്ചിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിക്കുന്നു. അപ്പൊ പി.ടി. ചാക്കോക്ക് അറ്റാക്ക് വന്ന് മരിക്കാൻ കാര്യം ആർ ശങ്കറും മറ്റേ അദ്ദേഹത്തെ മാനസികമായിട്ട് പീഡിപ്പിച്ചത് കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ് എന്നുള്ള പാർട്ടിയുടെ അകത്തുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്ന് സംഘടിക്കുകയാണ്. അങ്ങനെ മലയോര മേഖലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംഘടിച്ചുകൊണ്ട് അവര് കോൺഗ്രസിനകത്ത് ഒരു കുറുമിന്നണി രൂപീകരിക്കുകയും അവര് ആർ ശങ്കറിനെതിരായിട്ട് നിൽക്കുകയും ചെയ്തു. ഈ സന്ദർഭം മുന്നിൽ കണ്ടുകൊണ്ട് മറ്റേ പഴയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയില് പി.കെ. കുഞ്ഞന്ത് ചെയ്യുകയാണ്. ആർ ശങ്കറിനെതിരായിട്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അങ്ങനെ 1964 അവിശ്വാസ പ്രമേയത്തെ നേരിട്ടു ആർ ശങ്കറിന്റെ മന്ത്രിസഭ താഴത്ത് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ 64 ആർ ശങ്കറിന്റെ മന്ത്രിസഭ അവിശ്വാസ പ്രമേയത്തെ നേരിട്ട് താഴത്ത് പോയി കഴിഞ്ഞപ്പോൾ എന്താണ്? ഇവിടെ ഭരണം ഇല്ല. തുടർന്ന് 64 അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു കോപ്പ് കൂട്ടുകയാണ്. 64 ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലേ? 65 തെരഞ്ഞെടുപ്പ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് 65 കേരളത്തിലെ 3ാമത്തെ നിയമസഭയാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയാവോ? ഇലക്ഷൻ നടന്നു, MLA-മാരും ഉണ്ടായി, പക്ഷെ ഗവൺമെന്റ് ഉണ്ടാകാത്ത ഒരേ ഒരു നിയമസഭ എന്ന് പറയുന്നത് ഈ നിയമസഭയാണ്. 1965 നിയമസഭ. എന്തുകൊണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശൈഥില്യമുണ്ടായി. പി.ടി. ചാക്കോയുടെ മരണ കാരണം ആർ ശങ്കറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവരെന്ത് ചെയ്യുകയാണ്? അവര് നമ്മുടെ ഈ സമുദായ സംഘടനാ നേതാക്കന്മാരെയൊക്കെ കണ്ടു. സമുദായ സംഘടനാ നേതാക്കന്മാർ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നടക്കാനായിട്ട് സഹായിച്ച പ്രധാനപ്പെട്ട സമുദായ ആചാര്യന്മാരെ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പോയി കണ്ടു. അവരുടെ അനുഗ്രഹാശസ്സുകളോട് കൂടിയിട്ട് കോട്ടയം ജില്ലയിലെ തിരുനക്കര മൈതാനത്തിനടുത്തുള്ള ലക്ഷ്മി വിലാസം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. അങ്ങനെ രൂപീകരിച്ച കൂട്ടായ്മയാണ് കേരള കോൺഗ്രസ് സമുദ്ധാരണ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന. ഇതിന്റെ നേതാവായിട്ട് K.M. ജോർജ്. ഈ K.M. ജോർജ് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ കോട്ടയത്തിന്റെ MP ഉണ്ടല്ലോ, ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹത്തിന്റെ അച്ഛനാണ് K.M. ജോർജ് എന്ന് പറഞ്ഞത്. അതേപോലെ ഈ പി.ടി. ചാക്കോ ആരാണെന്ന് അറിയാമോ? പി.ടി. ചാക്കോ നമ്മുടെ ഈ ഒരു P.C. തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു MP മുൻപുണ്ടായിരുന്നു. സ്ഥിരം മൂവാറ്റുപുഴയിലും ജയിക്കുന്ന ഒരാളായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ഈ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയി മന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരു P.C. തോമസ് ഉണ്ടല്ലോ, മുടി ഇങ്ങനെ പരത്തിയിരുന്ന ഒരു പുള്ളിക്കാരനില്ലേ, ഇപ്പൊ അദ്ദേഹം BJP മുന്നണിയിലാണ്. അതിവിടെ നിന്ന് അദ്ദേഹം ചാടിയപ്പോൾ നമ്മുടെ P.J. ജോസഫിന്റെ കൂട്ടത്തിൽ കൂടിയിരുന്നു. ആ P.C. തോമസിന്റെ അച്ഛനാണ് P.ടി. ചാക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ K.M. ജോർജ്, അതേപോലെ R. ബാലകൃഷ്ണപിള്ള, K.B. ഗണേഷ് കുമാറിന്റെ അച്ഛൻ R. ബാലകൃഷ്ണപിള്ളയും K.M. ജോർജും കൂടി ചേർന്നിട്ട് 1964 കോട്ടയം ജില്ലയിലെ തിരുനക്കരയിൽ വെച്ചിട്ടൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കേരള കോൺഗ്രസ് സമുദ്ധാരണ സമിതി എന്ന് പറയുന്ന ഒരു പാർട്ടി.
അങ്ങനെ കോൺഗ്രസ് പിളർന്നു. ഇതേ വർഷം തന്നെ 1964 CPI എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയും പിളർന്നു. രണ്ടായിട്ടാണ് പിളർന്നത്. CPM എന്ന പാർട്ടിയും CPI എന്ന പാർട്ടിയുമായിട്ട് പിളർന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് 1959 ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ദലൈലാമയും അതിനെ തുടർന്നുണ്ടായ ചൈനയുടെ ആക്രമണവുമായിരുന്നു. അപ്പൊ ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ശ്രീപദ് അമൃത് ഡാംഗെ എന്ന് പറഞ്ഞ ഡാംഗെ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് കൂടുതൽ അധികാരമെല്ലാം വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ആക്രമണം സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വിഭാഗം എടുത്തിരുന്നു. ഒരാണ് ചൈന ചാരന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം എന്നുള്ളത്. ആ വിഭാഗമാണ് പിന്നീട് CPM എന്ന് പറഞ്ഞ ഒരു പാർട്ടിയായിട്ട് രൂപീകരിക്കപ്പെട്ട ആളുകൾ. അതാണ് പിന്നെ ചൈനയുടെ നയമാണ് ശരിയെന്ന ഒരു നിലപാട്, അതായത് സമാധാനപരമായ പ്രചരണം, സമാധാനപരമായ സഹവർത്തിത്വം, സമാധാനപരമായ പ്രവർത്തനം, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 സ്വീകരിച്ചപ്പോൾ ചൈനയുടെ നയം അതായിരുന്നില്ല. തോക്കിൻ കുഴലിലൂടെ വിപ്ലവം എന്ന് പറഞ്ഞതായിരുന്നു ചൈനയുടെ ലൈൻ. അപ്പൊ റഷ്യൻ ലൈനായിരുന്നു നേരത്തെ പറഞ്ഞ ലൈൻ. അങ്ങനെ ലെനിനിസ്റ്റ് ലൈൻ സ്വീകരിച്ച പാർട്ടിയായിരുന്നു ഇന്ത്യയിലെ CPI എന്ന് പറയുന്നത്. എന്നാൽ മാവോയിസ്റ്റ് ലൈൻ രൂപീകരിച്ച പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അങ്ങനെ 1964 ഈ പാർട്ടിയിൽ എന്തുണ്ടായി? പിളർപ്പുണ്ടാവുകയാണ്. ആ പിളർപ്പിനെ തുടർന്ന് ഇവിടെ എന്തുണ്ടാവുകയാണ്? കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളരുകയാണ് ഉണ്ടായത്. അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? CPI എന്നൊരു പാർട്ടിയും CPM എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടിയും ഉണ്ടായി. കേരള കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടിയും ഉണ്ടാവുകയാണ്. ഇവിടെ ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇതൊന്ന് മത്സരിച്ചു. പക്ഷെ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയില്ല. ആരും പരസ്പരം സഹകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കാനും വന്നില്ല. അതോടുകൂടി 1965 ഗവൺമെന്റ് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. തുടർന്ന് രാഷ്ട്രപതി ഭരണമാണ് ഇവിടെ വരുന്നത്. വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് 1967 1967 ജനങ്ങളോടുള്ള വാക്ക് പാലിക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബാധ്യതപ്പെട്ട ആൾക്കാരാണെന്നൊരു ചിന്തയിൽ CPIയും CPMഉം ഒന്നാവുകയാണ്. അവർ മാത്രമല്ല ഒന്നായത്, അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ കൂട്ടത്തിൽ മൊത്തത്തിൽ ഒരു 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ കൂട്ടുകയാണ്. ആ ഗ്രൂപ്പിന്റെ പേരായിരുന്നു സപ്തകക്ഷി മുന്നണി എന്ന് പറയും. സപ്തകക്ഷി മുന്നണി കേട്ട് കാണും നിങ്ങൾ. സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ. അതിൽ ആരൊക്കെയെന്ന് ചോദിച്ചാൽ CPI, CPM ഉണ്ട്, വർഗീയ പാർട്ടി എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ട മുസ്ലിം ലീഗ് ഉണ്ട്. പിന്നെ ആരുണ്ട് ഈ കൂട്ടത്തിൽ? പിന്നെയുള്ളത് ആരാണ്? SSP, സ്വതന്ത്ര സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്. പിന്നെയോ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്. കേരള തൊഴിലാളി പാർട്ടി 1, 2, 3, 4, 5, 6, 7 RSP ഉണ്ട്. അതിന് ഇത്രയും പാർട്ടികൾ കൂടി ചേർന്നിട്ട് ഒരു മുന്നണി ഉണ്ടാവുകയാണ്. ഈ മുന്നണിയുടെ പേരാണ് സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ എന്ന് പറയും. അങ്ങനെ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ 1967 അധികാരത്തിലെത്തുന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയുമായിട്ട് വരുന്നു. വലിയ കുഴപ്പമില്ലാതെ 2 വർഷക്കാലത്തോളം ഭരണം പോകുന്നു. ഈ സമയത്താണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്ന 57 ആ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ബില്ല് ഇവിടെ നടപ്പിലാക്കാനൊക്കെ ഏറ്റെടുക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇതിനിടയിൽ CPM എന്ന പാർട്ടിയുടെ ചില നയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിയാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് കേട്ടോ. RSP അല്ല, PSP ആണ് കേട്ടോ. ഇവിടുന്ന് PSP ആണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ഈ പാർട്ടിയും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഈ മന്ത്രിസഭയിലെ ഒരാളുണ്ടായിരുന്നു. ഈ മന്ത്രിസഭയിലുള്ള ആളുടെ പേര് എനിക്കറിയാമോ? PK കുഞ്ഞ്. 1967 നമുക്ക് ഇപ്പം കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന 2 വകുപ്പുകൾ, ഒന്ന് മദ്യവും ഒന്ന് ലോട്ടറിയുമാണ്. ആ ലോട്ടറി എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചത് PK കുഞ്ഞാണ്. PSP മന്ത്രിയായിരുന്ന PK കുഞ്ഞാണ് ലോട്ടറി എന്ന് പറഞ്ഞൊരു സംവിധാനമൊക്കെ ആരംഭിച്ചത്. ആ PK കുഞ്ഞ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. PK കുഞ്ഞിനെതിരെ ഒരു അഴിമതി ആരോപണം വന്നു. PK കുഞ്ഞിനെതിരെ അഴിമതി ആരോപണം വന്നു. PK കുഞ്ഞ് രാജിവെച്ചു. അങ്ങനെ ഇതിൽ ആദ്യത്തെ ഒരു പൊട്ടൽ തുടങ്ങിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? CPMന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വെല്ലിംഗ്ടൺ എന്നായിരുന്നു. ബി വെല്ലിംഗ്ടൺ. ഈ വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ആള് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം വന്നു.
മന്ത്രിസഭയുടെ ഉള്ളിലുള്ള അംഗങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ വെല്ലിംഗ്ടണെതിരായിട്ട് എന്ത് സംഭവിക്കുകയാണ്? ഒരു അവിശ്വാസ പ്രമേയം പോലൊരു ചർച്ച വരികയാണ്. ആ ചർച്ചയിൽ മന്ത്രിസഭയ്ക്കുള്ളിൽ CPI വെല്ലിംഗ്ടണിന് എതിരായിട്ട് നിലപാടെടുക്കും. അത് EMSന് ഇഷ്ടപ്പെടുന്നില്ല. EMSന് ഇഷ്ടപ്പെടുന്നില്ല. EMS വെല്ലിംഗ്ടണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. EMS ഇതിനിടയ്ക്ക് ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോകും. ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ വെല്ലിംഗ്ടണിനെ എതിരായിട്ട് സഭയിൽ ഒരു പ്രമേയം വരുമ്പോൾ CPI അതിനെ അനുകൂലിക്കുന്നു. അതോടുകൂടി CPIയും CPMും തമ്മിൽ എന്താണ് ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ്. ചികിത്സ കഴിഞ്ഞ് തിരികെ എത്തിയ EMS ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി അന്ന് CPIയുടെ മന്ത്രിമാരായിരുന്ന MN ഗോവിന്ദൻ നായരും TV തോമസും ഉണ്ട്. ഇവർ ഭരിക്കുന്ന വകുപ്പുകളിൽ അഴിമതി ആരോപണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന CPI മന്ത്രിമാർക്കെതിരായിട്ട് അന്വേഷണത്തിന് ഉത്തരവിടും. CPI തീരുമാനിച്ചു, ഒരു യോഗം കൂടി തീരുമാനിച്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയും അന്വേഷണം കഴിയുന്നതുവരെ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങുക മാത്രമല്ല ചെയ്തത് എന്താണ്? നിലവിൽ CPMന്റെ മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ നല്ല ആരോപണ വിധേയരായിട്ടുള്ള അവർക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ മാതൃകാപരമായ പരിപാടി കാണിച്ച് അന്വേഷണം വന്നപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് അന്വേഷണം സ്വാഗതം ചെയ്തു. എന്നിട്ട് CPMന്റെ മന്ത്രിമാർ EMS ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനും നിരയം ചെയ്തു, അഴിമതി ആരോപണം ഉന്നയിച്ചു. അതൊരു EMSന് മനസ്സിലായി, പെട്ടു എന്ന് മനസ്സിലായി. EMS എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ പണി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് EMSനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുമായിട്ട് നേരെ ഗവർണറുടെ വസതിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ട് ഗവർണറുടെ വസതിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? രാജിക്കത്ത് കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്? ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. ഗവർണർക്ക് ഒരു ചുമതലയുണ്ടല്ലോ. ഗവർണർ എന്ത് ചെയ്യുന്നു? ആരെങ്കിലും ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുമോ എന്ന ചോദിക്കണം. 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത് വെറും 9 പേരാണ്. ആ 9 പേരടങ്ങുന്ന സംഘടനയെ നയിച്ച ആളുടെ പേരെന്താണ്? K. കരുണാകരനാണ്. K. കരുണാകരൻ. കണ്ണവത്ത് കരുണാകരന്മാരെന്ന K. കരുണാകരനാണ്. ഈ കരുണാകരൻ എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന CPIയുടെ നേതാക്കന്മാരുണ്ട്, MN ഗോവിന്ദൻ നായർ, TV തോമസ് മുതലായ ആൾക്കാരുണ്ട്. അവരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ചെല്ലുകയാണ്. ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാർ എല്ലാവരും EMSന്റെ ഒരു നിലപാടിനോട് പ്രതിഷേധമുള്ള ആൾക്കാർ എല്ലാവരും കൂടി ചെല്ലുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മുന്നണി രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 1969 കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി രൂപീകരിക്കപ്പെടുകയാണ്. ചോദ്യം വരികയാണെങ്കിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം വരികയുള്ളൂ. അത് 1960 തൊട്ട് മുന്നണിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി ഫോർമേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 69 രൂപീകരിച്ച മുന്നണിയുടെ പേരാണ് ഐക്യമുന്നണി എന്നാ പറയുന്നത്. ഈ ഐക്യമുന്നണി എന്നൊരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഐക്യമുന്നണിയുടെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. കരുണാകരൻ ആ സമയത്ത് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വളരെ സ്വീകരണമൊന്നുമല്ല, സീനിയറുമല്ല. അദ്ദേഹം വളരെ വളരെ ജൂനിയറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ എല്ലാവരും ഇവിടെ നോക്കി, ഈ പറഞ്ഞ വിവിധ പാർട്ടികളാണ് ഉള്ളത്, ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെ വേണം. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തുവാനായിട്ട് നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന T. അച്യുതമേനോനെന്ന രാജ്യസഭാ മെമ്പറാണ്. അച്യുതമേനോനെ ഇവര് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ രാജ്യസഭാംഗമായ അച്യുതമേനോൻ 1969 വന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണ്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന അച്യുതമേനോൻ ആദ്യമായിട്ട് ചെയ്ത നടപടി എന്ന് വെച്ചാൽ 1957 വന്ന EMSന്റെ മന്ത്രിസഭയ്ക്ക് കഴിയാതിരുന്ന, 1967 വീണ്ടും അധികാരത്തിൽ വന്ന EMSന്റെ മന്ത്രിസഭയ്ക്ക് കഴിയാതിരുന്ന ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞൊരു നിയമമുണ്ടല്ലോ, ആ നിയമം പാസ്സാക്കുന്ന പരിപാടിയാണ് ആദ്യം ചെയ്തത്. അങ്ങനെ 1970 ജനുവരി മാസം 1-ാം തീയതിയോ മറ്റോണം തോന്നി ഈ നിയമം അങ്ങോട്ട് പാസ്സാക്കും. എന്നിട്ട് എന്ത് ചെയ്യാൻ? 6 മാസമായില്ലേ. അതിട്ട് ഉപതെരഞ്ഞെടുപ്പിന് അദ്ദേഹം മത്സരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന് മത്സരിച്ച് കൊട്ടാരക്കരയിൽ നിന്നാണ് 25,000-ൽ പരം വോട്ടുകൾക്ക് അദ്ദേഹം ജയിച്ച് പാസ്സായി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കേരളത്തിലെ ജനതയുടെ ട്രെൻഡ് മനസ്സിലായി. ഉടനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഈ നിയമസഭ പിരിച്ചുവിടാനായിട്ട് ഗവർണർക്ക് കത്ത് കൊടുത്തിട്ട് പുതിയ തെരഞ്ഞെടുപ്പിന് നേരിടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് നേരിടുകയും ഇതേ അച്യുതമേനോന്റെ ഭരണം ഇഷ്ടപ്പെട്ട ജനത അച്യുതമേനോനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുന്ന കാലയളവിലാണ് നമ്മൾ ഇന്ന് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഡെവലപ്മെന്റിന് ആധാരമായിട്ടുള്ള, അതേപോലെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട 1970 ശേഷമുള്ള കാലമുണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്യുതമേനോന്റെ മന്ത്രിസഭയെ മാതൃകയാക്കിക്കൊണ്ടുള്ള കാര്യമാണ്. അതായത് 1972 അച്യുതമേനോനും വരെ തുടങ്ങിയ ഒരു പരിപാടിയുണ്ട്. അതിന്റെ പേരെന്നറിയാവോ? ലക്ഷം വീട് പാർപ്പിട പദ്ധതി എന്ന് പറയുന്ന പരിപാടി. അതായത് 1 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് വീട് വയ്ക്കുവാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് ലക്ഷം വീട് പാർപ്പിട പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്
ആവാസ് യോജന എന്ന് പറഞ്ഞുള്ള ഭവന പദ്ധതിയിൽ ആ പദ്ധതികൾ തുടങ്ങിയത് ഇതിൽ നിന്നുകൊണ്ടാണ്. അതേപോലെ 20 പോയിന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു 75 ഇത്തരം തുടങ്ങിയ പരിപാടി, 20 പരിപാടികൾ, ഇങ്ങനെയുള്ള പരിപാടികൾ തുടങ്ങിയത് ഇതിൽ നിന്നാണ്. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് സംയോജിത ഗ്രാമവികസന പദ്ധതി തുടങ്ങിയില്ലേ, അതിന് പ്രചോദനം നൽകിയത് ഈ പദ്ധതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തി. പിന്നെയോ 1973 ഭൂമി പിടിച്ചെടുത്ത് മുന്നേറിക്കൊണ്ടിരുന്ന അച്യുതമേനോന്റെ ഗവൺമെന്റിനെതിരായിട്ട് കാസർഗോഡ് ജില്ലയിലെ ഒരു മഠമുണ്ട്, ഇടനീർ മഠം എന്ന് പറഞ്ഞൊരു മഠമുണ്ട്. ആ മഠത്തിന്റെ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി എന്ത് ചെയ്തു, ഒരു കേസ് കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പ്രകാരം സ്വത്ത് എന്ന് പറയുന്നത് മതസംഘടനകളുടെ കൈവശം വയ്ക്കുവാനും അത് മാനേജ് ചെയ്യുവാനും അവകാശമുണ്ട്, സർക്കാരിന് അത് പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കേസ് കൊടുത്തു. അന്ന് സ്വത്ത് മൗലികാവകാശമാണ്. ഈ കേസ് വാദിച്ചത് നാനി പൽകിയവാലയും ഫാലിയും തൈമാനുമാണ്. അവർക്ക് അനുകൂലമായിട്ട് വിധിയും വന്നു. അങ്ങനെ കേരള ഗവൺമെന്റ് കേശവാനന്ദ ഭാരതിയും തമ്മിലുള്ള 1973 കേസ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെ ഒരു കാരണവശാലും കൈകടത്തുവാനോ അതിന്റെ അടിസ്ഥാന ഭരണഘടനയുടെ അടിസ്ഥാന സ്ട്രക്ചർ തകർക്കുവാനോ ഇന്ത്യൻ ഗവൺമെന്റ് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറയുന്ന സുപ്രധാനമായ വിധിന്യായമായ കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള വിധി ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. അങ്ങനെ ഈ അച്യുതമേനോൻ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു തീരുമാനം ഇന്ദിരാഗാന്ധി സർക്കാർ എടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇന്ദിരാഗാന്ധി അല്ല അത് കൈക്കൊണ്ടത്. അവിടെ തീരുമാനം കൈക്കൊണ്ടവരാണ് 1978 വന്ന മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ആണ്. കാരണം അവർ പറഞ്ഞ എന്താണ്, സ്വത്തവകാശം ഒരിക്കലും മൗലിക അവകാശം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തപ്പെട്ട ഒരു കാലഘട്ടം ഈ കാലഘട്ടമാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയൊക്കെ പൂർത്തീകരിക്കപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 1970 മുതൽ 75 അടിയന്തരാവസ്ഥയും കൂടി വന്നു കഴിയാൻ നേരത്ത് 2 വർഷം അധികമായിട്ട് ഈ ഗവൺമെന്റിന് കിട്ടി. അങ്ങനെ 1970 മുതൽ 77 വരെയുള്ള 7 വർഷക്കാലം തുടർച്ചയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന വ്യക്തി സി അച്യുതമേനോൻ. സാധാരണഗതിയിൽ അടിയന്തരാവസ്ഥ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയിൽ ഇരിക്കുന്ന ഗവൺമെന്റുകളെല്ലാം തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അച്യുതമേനോന്റെ മന്ത്രിസഭയുടെ പ്രത്യേകത നേരെ തിരിച്ചായിരുന്നു. കാരണം 1977 തെരഞ്ഞെടുപ്പ് വരികയാണ്. 1977 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസും CPIയും മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. ഐക്യമുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് മത്സരിക്കുന്നത് ആരാണ്? അവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് മത്സരിക്കുന്നത്. ആ പാർട്ടിയിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനസംഘം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയൊക്കെയാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഇവിടെ കേരളത്തിലും ഇതേ രീതിയിൽ മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവിടെ 140 സീറ്റിലേക്ക് മത്സരം വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അതാണ്. ഈ 140 സീറ്റിൽ 111 സീറ്റുകൾ നേടി. 111 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരം നിലനിർത്തിയ മുന്നണിയാണ് ഏത് മുന്നണി എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഐക്യമുന്നണി എന്ന് പറയുന്നത്. അതേപോലെ ലോക്സഭയിലേക്ക് 20 സീറ്റിലേക്കാണ് മത്സരമുള്ളത്. ആ 20 സീറ്റിൽ 20 നേടിയ മുന്നണിയാണ് ഐക്യമുന്നണി എന്ന് പറയുന്നത്. 1977 തിരഞ്ഞെടുപ്പിൽ എവിടെയാണ് നമ്മുടെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ജയിച്ചു വരുന്നത്. പിണറായി വിജയൻ ജയിച്ചു വന്നത് പ്രതിപക്ഷ സംഘടനയുടെ ഭാഗമായിട്ടാണ്. അതേപോലെ ഇപ്പൊ നമ്മൾ മാരാർജി ഭവൻ എന്ന് വിശേഷിപ്പിക്കുന്ന അതാണ് BJPയുടെ സംസ്ഥാന നിർവാഹക സമിതി ഓഫീസ് ഉണ്ടല്ലോ. അപ്പൊ KG മാരാർ എന്ന് പറഞ്ഞ ആളാണത്. ഈ KG മാരാർ പ്രതിപക്ഷ പാർട്ടിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഉദുമയിൽ നിന്നാണ്. നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അതേപോലെ ഈ പറയുന്ന KG മാരാരും ഒറ്റക്കെട്ടായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ 77 ഒരുമിച്ച് വോട്ട് തേടിക്കൊണ്ട് മത്സരിച്ച ഒരേ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ച ആളുകളാണ് എന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അന്ന് എതിരെ നിന്ന പാർട്ടി എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അന്ന് കോൺഗ്രസ് CPI എന്ന് പറഞ്ഞൊരു സഖ്യം, പുറത്ത് ജനസംഘത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള ആ ഒരു കൂട്ടായ്മ. എല്ലാവരും മത്സരിച്ചതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു ലേബലിലാണ് മത്സരിച്ചത്. പക്ഷേ ചിഹ്നം ഒറ്റ ചിഹ്നമായിരുന്നു. ഭാരതീയ ലോക്ദൾ എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ ചിഹ്നത്തിലാണ് ഇവരെല്ലാവരും തന്നെ മത്സരിച്ചത്. വോട്ട് ഭിന്നിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിച്ചത്. CPM മത്സരിച്ചത് അവരുടെ സ്വന്തം ചിഹ്നത്തിലാണെന്ന് മാത്രം. അപ്പൊ ഇതാണ് 1977 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ 77 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന കോൺഗ്രസ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. 1977 അച്യുതമേനോൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ട്രങ്ക് പെട്ടിയിൽ സാധനം എടുത്തുകൊണ്ട് കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രസ് ഉണ്ട്, കണ്ണൂർ എക്സ്പ്രസ്. ആ കണ്ണൂർ എക്സ്പ്രസ് KSRTC ബസ്സാണ്. അമ്പാനൂർ സ്റ്റാൻഡിൽ നിന്നും ബസ്സിന് കയറിയിട്ട് വീട്ടിലോട്ട് പോയ ആളും കൂടിയാണ് നമ്മുടെ സി അച്യുതമേനോൻ. പുതുക്കാടുകാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സി അച്യുതമേനോന് ശേഷം പിന്നീട് മുഖ്യമന്ത്രിയായിട്ട് വരുന്ന 1977 ആരാണ് വരുന്നത്? കെ കരുണാകരനാണ് വരുന്നത്. കെ കരുണാകരനാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ് അല്ല, ഐക്യമുന്നണിയുടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. കാരണം കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പാർട്ടി.
പക്ഷേ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ കേസ് വരികയാണ്. ആ കേസ് എന്തെന്നറിയാം? അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ നടത്തപ്പെട്ട ഒരു ദാരുണ സംഭവം എന്ന് പറയുന്നത്, കരുണാകരൻ 1970-77 കാലഘട്ടങ്ങളിൽ അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതെന്തെന്ന് വെച്ചാല്, കരുണാകരൻ അവിടുത്തെ കോളേജിന്റെ ഏതോ ഒരു ചടങ്ങിൽ സമയത്ത് ആ വേദിയിൽ വെച്ചിട്ട് കരുണാകരനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തോ ഒരു പാട്ടുപാടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കരുണാകരനെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനുഷനവൻ എന്നൊക്കെയുള്ള ഒരു മോഡൽ പാട്ടുപാടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വ്യക്തമായിട്ടൊരു ധാരണയില്ല. അപ്പോൾ എന്താണ് ഈ ഒരു കേസിൽ അടിയന്തരാവസ്ഥ ഹിപ്പിയെ കൊള്ളത്തിൽ നടന്ന കാലമല്ലേ? അപ്പൊ രാജൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡന്റിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ രാജനെ ആരും കണ്ടിട്ടില്ല. രാജന്റെ അച്ഛന്റെ പേര് ഈച്ചര വാര്യരെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഈച്ചര വാര്യര് ഈ പറയുന്ന രാജൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലൊക്കെ പോവുകയും രാജൻ മിസ്സിംഗ് ആണ്, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞൊരു ഹർജി ജനകീയമാക്കിയത് ഈശ്വര വാര്യർ എന്ന് പറയുന്ന രാജന്റെ അച്ഛനാണ്. ആ കേസിൽ കെ കരുണാകരനെതിരായിട്ട് കോടതിയുടെ നിലപാട് വരികയും കെ കരുണാകരന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു മാറിയിട്ടുന്നൊരവസ്ഥയും ഉണ്ടായി. അതേ തുടർന്ന് ഇതേ നിയമസഭയിൽ തന്നെ എത്രാമത്തെ 4ാമത്തെ നിയമസഭയാണ് 1957, 60, 69, 70, 77 5ാം നിയമസഭ. ഈ 5ാം നിയമസഭയിലെ 2ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ആരാണ്? എ കെ ആന്റണി വരികയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രിയായിട്ട് എ കെ ആന്റണി വരികയാണ് 1977. അദ്ദേഹത്തിന് 38, 39 വയസ്സ് മാത്രമേ ആന്റണിക്ക് പ്രായമുള്ളൂ. അവിവാഹിതനായ കേരള മുഖ്യമന്ത്രിയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തൊരു സംഭവം ഉണ്ടായി. 1978 ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി. 1978 തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ നേരത്തെ ഏതാണ്? ഉപതെരഞ്ഞെടുപ്പാണ്. 1977 തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് റായ്ബറേലിയിൽ കോമൺ ആയിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തി. സ്ഥാനാർത്ഥിയുടെ പേരെന്ന് പറയുന്നത് രാജ് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. 1971 തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് ഇതേ രാജനാരായണനെ തന്നെയാണ്. രാജനാരായണൻ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ചു. ഇന്ദിരാഗാന്ധി അധികാര ദുർവിനിയോഗം നടത്തി ജയിച്ചു എന്ന് കേസ് കൊടുത്തുകൊണ്ടാണ് രാജനാരായണൻ ഇന്ദിരാഗാന്ധിയെ അയോഗ്യതയാക്കുന്ന വിധി അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചത്. ഇന്ദിരാഗാന്ധിയെ അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് വിധി വിധിച്ചത് ജഗമോഹൻ ലാൽ സിൻഹ എന്ന് പറയുന്ന ഒരു ജഡ്ജാണ്. ആ ജഡ്ജിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ആ അപ്പീൽ പരിഗണിച്ചത് നമ്മുടെ വി.ആർ. കൃഷ്ണയ്യരാണ്. ആ വി.ആർ. കൃഷ്ണയ്യരാണ് പറഞ്ഞത് അധികാര ദുർവിനിയോഗം വ്യക്തമാണ്, അതുകൊണ്ട് പാർലമെന്റിൽ ഇരിക്കാൻ പറ്റില്ല, പ്രധാനമന്ത്രി എന്ന നിലയിൽ പാർലമെന്റിൽ ഇരിക്കാം എന്നൊരു വിധി കൊടുത്തു. ഇന്ദിരാഗാന്ധി ഒഴിഞ്ഞില്ല, പകരം അതിനെതിരായിട്ട് അപ്പീൽ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ജെ.പി. ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന ടോട്ടൽ റെവല്യൂഷനെ ആഹ്വാനം ചെയ്യുന്നതും അതാണ് അടിയന്തരാവസ്ഥയിലേക്ക് കലാശിച്ചതും. ആ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എതിർലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ അതേ സ്ഥലത്ത് അതേ തെരഞ്ഞെടുപ്പിൽ ഇതേ രാജനാരായണൻ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു. കോൺഗ്രസ് ശരിക്കും താറുമാറായിപ്പോയി. ഏറ്റവും കൂടുതൽ വിജയം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളം മാത്രമാണ്. ബാക്കിയെല്ലായിടത്തും കോൺഗ്രസിന്റെ മുന്നണിയും തോറ്റുപോയപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് കേരളത്തിൽ നിന്നാണ് കിട്ടിയത്. 20-ൽ തൂത്തുകുറിക്കെടുത്തു. അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് പാർലമെന്റിലേക്ക് വീണ്ടും എത്തണം, അല്ലെങ്കിൽ പാർട്ടി തകർന്നു പോകുന്ന ഒരു തീരുമാനം വന്നപ്പോൾ ഇന്ദിരാഗാന്ധി നേരെ കർണാടകത്തിലെ ചിക്കമംഗളൂർ എന്നുള്ള സ്ഥലത്തിൽ വരുന്നു. അവിടുത്തെ ജയിച്ച എം.പി.യെ രാജിവെപ്പിച്ചിട്ട് ഇന്ദിരാഗാന്ധി ഇവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ പരാജയപ്പെട്ട ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എ.കെ. ആന്റണി എന്ന കേരള മുഖ്യമന്ത്രിക്ക് ആദർശം അതിരുപൊട്ടി. അങ്ങനെ ആദർശധീരനായ ആന്റണി ആദർശത്തിന്റെ പേരിൽ രാജിവെക്കുകയാണ്. അങ്ങനെ 78 ആന്റണി രാജിവെച്ചു. ആന്റണി രാജിവെച്ചിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് ആന്റണി കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് നേരെ പ്രതിപക്ഷത്തിന്റെ കൂട്ടത്തിൽ കൂടുകയാണ്. CPM-ന്റെ കൂട്ടത്തിൽ ആന്റണി കൂടുകയാണ്, കോൺഗ്രസ് ആയിട്ട് കൂടുകയാണ്. അപ്പോൾ അങ്ങനെ CPM-ന്റെ കൂട്ടത്തിൽ ആന്റണി കൂടുകയാണ്, കോൺഗ്രസും കൂടുകയാണ്. അപ്പൊ ഇത് നേതാക്കന്മാരൊക്കെ പറയാറില്ലേ, അവർ BJP ബന്ധമാണ്, RSS ബന്ധമാണ്, കോൺഗ്രസ് ബന്ധമാണെന്നൊക്കെ ഇങ്ങനെ ആരോപിക്കുമ്പോഴേ നമുക്ക് കാര്യം പറയുന്നത് നമുക്ക് ഇനി വരും, ഇവരാരൊക്കെയായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വരില്ലേ? അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പോൾ ആന്റണി കോൺഗ്രസിന്റെ കൂട്ടത്തിൽ കൂട്ടുകൂടി. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് വരികയാണ്? മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിവ് വരികയാണ്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ആളുടെ പേരാണ് P.K. വാസുദേവൻ നായർ എന്നുള്ള PKP. CPI ആണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന P.K. വാസുദേവൻ നായരെ. അങ്ങനെ ഭരണം നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് 1978-80 കാലഘട്ടങ്ങളിൽ പഞ്ചാബിൽ വെച്ചിട്ട് പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ നടക്കുന്നില്ല, അതേപോലെ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അത് പഞ്ചാബിലെ ഭട്ടിൻഡയിൽ വെച്ചിട്ടാണ്. അങ്ങനെ പഞ്ചാബിലെ ഭട്ടിൻഡയിൽ വെച്ചിട്ട് പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. പാർട്ടി കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുന്നത്, ആ തീരുമാനം എടുത്തെന്നറിയാവോ? ഇടതുപക്ഷ പാർട്ടികളെല്ലാം ഒന്നിക്കണം, ഇടതുപക്ഷ ഐക്യമാണ് വലുത്, പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമാണ്. അത് നടപ്പിലാക്കണ്ടേ? അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പാർട്ടികൾ എങ്ങനെയാ? CPM പ്രതിപക്ഷത്ത്, ആന്റണിയും കോൺഗ്രസും ഒരു വശത്ത്, ആന്റണി കോൺഗ്രസും CPM ഒരു വശത്ത്. ഇപ്പുറത്തോ
ഇപ്പുറത്ത് CPI-യും കരുണാകരൻ കോൺഗ്രസും ഒരു വശത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പാർട്ടികൾ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ അധികാരം വിട്ട് പ്രതിപക്ഷത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും അധികാരത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ഓർക്കുന്നില്ലേ, ജ്യോതി ബസുവിന് പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ പ്രതിപക്ഷത്തെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ് പോയ പാർട്ടിയല്ലേ? അപ്പോൾ അധികാരം ഉപേക്ഷിക്കണം. അങ്ങനെ മുഖ്യമന്ത്രിയായിരുന്ന VK വാസുദേവൻ നായർ കമ്മ്യൂണിസ്റ്റ് പുനരേകീകരണത്തിനും ഐക്യത്തിനും വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. വേറെ ആരെങ്കിലും ചെയ്യും? മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ വേണമെങ്കിൽ പാർട്ടി തന്നെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചിട്ട് പാർട്ടിയുടെ തീരുമാനം നടപ്പിലാക്കാൻ പോയ ആളെന്നുള്ള PKV-യുടെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ PKV അങ്ങോട്ട് പോയി. അപ്പൊ എന്തായി? കരുണാകരൻ, ആന്റണി, PKV. നാലാമത്തെ മുഖ്യമന്ത്രി വരികയാണ്. അതാരാണ്? മുസ്ലിം ലീഗിന്റെ ആരാണ്? CH മുഹമ്മദ് കോയ. മുസ്ലിം ലീഗുകാരനായ CH മുഹമ്മദ് കോയ 1979 കോൺഗ്രസ് അല്ല, ഈ പറയുന്ന ഐക്യമുന്നണിയുടെ പ്രസിഡന്റ് ആയിട്ട് വരികയാണ്. ഇപ്പോഴത്തേക്കും എന്താണ്? മുന്നണി സംവിധാനമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ്. ഇദ്ദേഹത്തിന് ഏതാണ്ട് 55 മറ്റോ ദിവസം മാത്രമേ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഭരണം തകർന്ന് തകിടം മറിഞ്ഞു. ഇലക്ഷൻ വരികയാണ്. 1980 ഇലക്ഷൻ നടക്കുന്നു. 80 ഇലക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിച്ചത്? 1980 ഇലക്ഷൻ നടന്നു. ഇടതുപക്ഷവും എന്നൊരു LDF എന്നുള്ള ഗ്രൂപ്പും അപ്പുറത്ത് UDF എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും തമ്മിലാണ് പിന്നീട് അങ്ങോട്ട് മത്സരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ ഇലക്ഷനിൽ ഇടതുപക്ഷം വിജയിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ആരാണ്? EK നായനാരാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ആന്റണി എന്ത് ചെയ്യുകയാണ്? കോൺഗ്രസുമായിട്ട് ലയിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആന്റണി കൂടും കൊടുക്കുകയും എടുത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും മുഖ്യമന്ത്രിയായിരുന്ന നായനാർക്ക് രാജിവെച്ച് പോകേണ്ടി വരികയും ചെയ്തു. പകരം അപ്പുറത്ത് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. കോൺഗ്രസിന്റെ നേതാവായിട്ട് K കരുണാകരൻ ആരായിട്ട് വരികയാണ്? മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. അങ്ങനെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും അധികാരത്തിൽ വരുന്നു. പിന്നെ 82 കാലഘട്ടങ്ങളിൽ ലോനപ്പൻ നമ്പാടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ലോനപ്പൻ നമ്പാടൻ തൃശ്ശൂരുകാരനാണ്. നമ്പാടൻ മുകുന്ദപുരത്തു നിന്നൊക്കെ അദ്ദേഹം ലോക്സഭയിലൊക്കെ അംഗമായി പോയിട്ടുള്ള ലോനപ്പൻ നമ്പാടൻ എന്ന് പറഞ്ഞുള്ള നമ്പാടൻ മാഷ്. ആ നമ്പാടൻ മാഷ് എന്ത് ചെയ്യുകയാണ്? കോൺഗ്രസിൽ നിന്ന് മാറുന്നു. നമ്പാടൻ മാഷ് കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് വരാൻ നേരത്ത് എന്തായി? രണ്ടു കൂട്ടർക്ക് സമാസമ സീറ്റായി നിൽക്കുക. സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ലേബലിലാണ് ഭരണം നിൽക്കുന്നത്. അന്ന് സ്പീക്കറായിട്ടിരിക്കുന്ന ആൾ AC ജോസ് ആണ്. അപ്പൊ സഭയിൽ എന്ത് ബില്ല് അവതരിപ്പിച്ചാലും സംഭവം സമനിലയിലെത്തും. അപ്പൊ സ്പീക്കറുടെ വോട്ട് കൊടുത്താണ് എപ്പോഴും ബില്ല് പാസ്സാക്കുന്നത്. നിഷ്പക്ഷത പാലിക്കേണ്ടുന്ന സ്പീക്കറുടെ വോട്ട് കൊടുത്ത് ബില്ല് പാസ്സാക്കുന്നുണ്ട്. സ്പീക്കറുടെ വോട്ടിന് പറയുന്ന പേര് കാസ്റ്റിംഗ് വോട്ട് എന്നാണ്. സ്ഥിരമായിട്ട് വോട്ട് കാസ്റ്റ് ചെയ്യുന്നത് ഈ സ്പീക്കർ ആയതുകൊണ്ട് സ്പീക്കറിനെ അവർ വിളിച്ചാണ് ഓൾവേസ് കാസ്റ്റിംഗ് എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ ഇനിഷ്യല് ദൈവാധീനത്തിന് AC ജോസ് എന്നായിരുന്നതുകൊണ്ട് ഓൾവേസ് കാസ്റ്റിംഗ് ജോസ് എന്നാണ് ഈ AC ജോസ് അറിയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്തായി? വീണ്ടും കൊളാപ്സ് ആയിപ്പോയെല്ലാം. വീണ്ടും ഒരു ഇലക്ഷൻ വരികയാണ്. അങ്ങനെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ അധികാരത്തിലെത്തിയതാരാണ്? K കരുണാകരനാണ്. 5 വർഷം അദ്ദേഹം തികച്ചു ഭരിച്ചു. 1982 മുതൽ 87 വരെ തുടർച്ചയായിട്ട് 5 കൊല്ലം അധികാരത്തിലിരുന്ന ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് K കരുണാകരനാണ്. 87 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ്. ആ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. EK നായനാർ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. 4 കൊല്ലം അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 1991 ജില്ലാ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അതായത് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നിയമസഭ അതുപോലെ ജില്ലാ കൗൺസിലൊക്കെ എന്നുള്ള സംവിധാനമാണ്. നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനമൊന്നും വന്നിട്ടില്ല. ആ ജില്ലാ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലും LDF-ന് മികച്ച ഭൂരിപക്ഷം കിട്ടിയപ്പോൾ EK നായനാർക്ക് ഒരു തോന്നലുണ്ടായി, തരംഗം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇതാണ് യഥാർത്ഥ സമയം. ഈ സമയത്ത് വേണമെങ്കിൽ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് തന്നെ വീണ്ടും അധികാരം കിട്ടുമെന്നുള്ള ചിന്ത വന്ന് 1992 വരെ ആയുസ് ഉണ്ടായിരുന്ന തന്റെ മന്ത്രിസഭ 1 കൊല്ലം നേരത്തെ പിരിച്ചുവിട്ടിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതാ സംഭവിച്ചത്. അടപടലം പോയി അല്ലെ? അങ്ങനെ വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി എന്നുള്ള ലേവലിലേക്ക് കരുണാകരന് കിട്ടുകയാണ്. അങ്ങനെ കരുണാകരൻ ഏറ്റവും കൂടുതൽ തവണ 4 തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. അദ്ദേഹം വരികയാണ്. അങ്ങനെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്ത് സംഭവിച്ചു? ആ സന്ദർഭത്തിലാണ് ഒരു കേസ് വരുന്നത്. ആ കേസാണ് നമ്മളെ ചാരക്കേസ് എന്ന് പറയുന്നത്. ISROയുടെ ചാരക്കേസ് വരുന്നു. അതേപോലെ തന്നെ പാമുലിൻ കേസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ വന്നതിനെ തുടർന്ന് K കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടെന്ന ആവശ്യം വരികയാണ്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം കരുണാകരൻ രാജിവെക്കുന്നു. പകരക്കാരനായിട്ട് കേന്ദ്രമന്ത്രിയായിരുന്ന AK ആന്റണി തിരികെ എത്തുന്നു. AK ആന്റണി ഇവിടെ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. കേന്ദ്രം തിരികെ എത്തിയപ്പോൾ പകരം AK ആന്റണിക്ക് പകരം കേന്ദ്രമന്ത്രിയായിട്ട് K കരുണാകരൻ പോവുകയാണ് അങ്ങോട്ടേക്ക്, കേന്ദ്രത്തിലേക്ക്, നരസിംഹറാവു മന്ത്രിസഭയിലേക്ക്. കിങ് മേക്കറാണ് K കരുണാകരൻ എന്നാണ് പറയുന്നത്. കാരണം
1991 നമ്മുടെ രാജീവ് ഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള പാർട്ടിയല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒറ്റക്കക്ഷിയാണ്. ആ ഒറ്റക്കക്ഷിയെ മറ്റു കക്ഷികളുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുവാനായിട്ട് പിന്നിൽ നിന്ന് ചരട് വലിച്ച വ്യക്തി കെ കരുണാകരനായതുകൊണ്ടാണ് കരുണാകരനെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ 9 പേരുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് 1967 കോൺഗ്രസിന് 9 പേർ മാത്രമുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് 10 കൊല്ലങ്ങൾക്കിപ്പുറത്ത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച വ്യക്തിയായതുകൊണ്ടും കെ കരുണാകരനെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 1995 എ കെ ആന്റണി വരുന്നു. ആന്റണി വന്നു കഴിഞ്ഞിട്ട് ചെയ്ത പരിപാടി എന്താണ്? ആന്റണി ചിന്തിച്ച കാര്യം, ഇവിടെ ചാരായം എന്ന് പറഞ്ഞൊരു സാധനമാണ്, വില കുറഞ്ഞ മദ്യമാണത്. ആ മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പൈസ മൊത്തം പുരുഷന്മാർ കൊണ്ടുപോയിട്ട് ഏതാണ് ഈ ചാരായം കടയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുടുംബങ്ങൾ അരപ്പട്ടിണിയിലാണ്. അപ്പൊ കുടുംബങ്ങളുടെ അരപ്പട്ടിണി മാറ്റാനായിട്ട് എ കെ ആന്റണി ചാരായം നിരോധിച്ചു. ചാരായം നിരോധിച്ചതുകൂടി എന്താ സംഭവിച്ചത്? ബാറുകളിൽ നിന്ന് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആൾക്കാർ കാശ് കൂടുതൽ കൊടുത്ത് മദ്യം വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ അരപ്പട്ടിണി എന്ന് പറയുന്നത് മുഴുപ്പട്ടിണിയായി. ആ സമയത്താണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. അങ്ങനെ ചാരായം നിരോധിച്ചത് വഴിയിട്ട് കള്ളുകുടിയന്മാരും അതേപോലെ അരപ്പട്ടിണിയിൽ നിന്ന് മുഴുപ്പട്ടിണിയിലേക്ക് കുടുംബത്തെ കൊണ്ടുപോയി എന്ന കാരണം പറഞ്ഞുകൊണ്ട് വീട്ടമ്മമാരും എ കെ ആന്റണിയുടെ ഈ തീരുമാനം, ചാരായ നിരോധനം എന്ന് പറയുന്ന തീരുമാനത്തിന് എതിരായിട്ട് മാറുകയും അധികാരം എന്ന് പറയുന്നത് 1996 ഇടതുപക്ഷത്തിന് കിട്ടുകയും ചെയ്തു. ആ സമയത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് വി എസ് അച്യുതാനന്ദനാണ്. അന്നത്തെ വി എസ് അച്യുതാനന്ദൻ നമ്മൾ ഇന്ന് കാണുന്ന ജനകീയനായ വി എസ് ആയിരുന്നില്ല. അന്ന് അദ്ദേഹത്തിൻ്റെത് രാഷ്ട്രീയ കാർക്കശ്യമുള്ള നിലപാടുകളായിരുന്നു. വെട്ടിനിരത്തൽ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃഷിഭൂമിയിൽ വാഴയോ കവുങ്ങോ വെക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് മൊത്തം വെട്ടിനിരത്തുന്ന ഏർപ്പാടുണ്ടായിരുന്ന സമരമായിരുന്നു. പാർട്ടിക്കുള്ളിൽ പാർട്ടി പിടിക്കുവാനായിട്ടുള്ള ചില തന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും കൂട്ടുകൈമയൊക്കെ നടക്കുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വിഭാഗീയത തലപൊക്കിയിരുന്ന കാലഘട്ടത്തിൽ മാരാരിക്കുളം എന്നുള്ള സ്ഥലത്ത് മത്സരിച്ച വി എസ് അച്യുതാനന്ദനെതിരായിട്ട് തോൽക്കുമെന്നുറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള പി ജെ ഫ്രാൻസിസിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കാനായിട്ട് നിർത്തിയത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? 2000-ൽ പരം വോട്ടുകൾക്ക് പി ജെ ഫ്രാൻസിസ് വിജയിക്കുകയും ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുകയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെടുകയും ചെയ്തതോടുകൂടിയിട്ട് മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ചൊരു തർക്കമുണ്ടായി. സുശീല ഗോപാൽ എന്ന് പറയുന്ന വനിത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും, ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുശീല ഗോപാലിനാകുമെന്ന് കരുതിയിരുന്ന ആ കാലഘട്ടത്തിലാണ് ഇ കെ നായനാർ, ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ലാത്ത ഇ കെ നായനാരെ ഈ മന്ത്രിസഭയെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന EMS നിർദ്ദേശിക്കുന്നത്. അങ്ങനെ 1996 മുതൽ 2001 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് ഇ കെ നായനാർ. ഇ കെ നായനാർ 2001 വരെ അധികാരത്തിൽ തുടർന്നു. ഇ കെ നായനാറിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നത്. പിന്നെ 2001 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? വൻ ഭൂരിപക്ഷത്തിൽ 2001 അല്ലെ 100 മറ്റോ സീറ്റുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്ന കോൺഗ്രസിൽ പിന്നീട് രാഷ്ട്രീയപരമായ ഭിന്നതകൾ ഉണ്ടാകുന്നു. കോൺഗ്രസിനകത്ത് ഭിന്നതയുണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? ആ കരുണാകരന്റെ ഒരു പുതിയ പാർട്ടിയൊക്കെ അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. DIC എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയൊക്കെ പിൽക്കാലത്ത് രൂപീകരിക്കപ്പെടുന്നുണ്ട്. 2003 ഇലക്ഷൻ നടക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് പരാജയം ഉണ്ടാവുകയാണ്. കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്നു. കോൺഗ്രസിന്റെ പാനലിൽ നിന്ന് മത്സരിച്ച ഒരു ആള് മുസ്ലിം ലീഗിന്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം മണ്ഡലത്തിൽ ഇ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് മാത്രമാണ് വിജയിച്ചത്. ഇ അഹമ്മദ് മാത്രമാണ് കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയത്. അങ്ങനെ 18 സീറ്റിൽ ഇടതുപക്ഷവും, 1 സീറ്റിൽ മുസ്ലിം ലീഗും, 1 സീറ്റിൽ IFDP എന്ന് പറയുന്ന ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവായിട്ടുള്ള PC തോമസ് എന്ന് പറഞ്ഞ ആളും വിജയിച്ച് 2003 നമ്മൾ പോകുന്നുണ്ട്. പിന്നീട് 2006 നടന്ന തെരഞ്ഞെടുപ്പിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. പിന്നീട് 2011 ഉമ്മൻചാണ്ടി വരുന്നു. 2016 മുതൽ ഇങ്ങോട്ട് പിണറായി വിജയനും വരുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും പൊളിറ്റിക്കൽ പാർട്ടിയും എന്ന് പറഞ്ഞ ആ ഒരു സംഭവം വരുന്നത്. ഇതാണ് 1956 ശേഷമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻസിഡന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ, അതിൽ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല നന്നായിട്ട് നോക്കേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് മാത്രമാണ് കൂടുതലും ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, അത് ഇട്ട് തന്നേക്കാം കേട്ടോ. പിന്നെ പഴയ കാലത്തുള്ള നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സൗകര്യപൂർവ്വം ക്ലാസ് എടുക്കാം. പിന്നെ കേരളത്തിലെ നമ്മുടെ റിനേസൻസ് ലീഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ കേരള ചരിത്രത്തിന്റെ ക്ലാസ് നമുക്ക് ഏകദേശം ഇന്നത്തെ ക്ലാസ്സോടെ കഴിയാൻ, ബാക്കി വീഡിയോ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ ക്ലാസ് എടുക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാര്യം നാളെ എന്റെ
കണ്ണിനൊരു ചെറിയ ഒരു ലേസർ സർജറിയുടെ ഒരു ഡേറ്റ് കിട്ടിയിരിക്കുന്ന ദിവസമാണ്. അപ്പൊ ഞാൻ അതിലേക്ക് നാളെ പോകും. നാളെ പോയി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാം. പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് എടുക്കാം. തിങ്കളാഴ്ച നമ്മൾ തുടങ്ങുന്ന വിഷയങ്ങൾ 2 വിഷയങ്ങൾ നമ്മൾ തുടങ്ങേണ്ട ടൈമാണ്. കാര്യം 100 മാർക്കിന്റെ 2 വിഷയങ്ങൾ. ഇതിൽ നമുക്ക് ഒരു 2-3 ദിവസത്തെ ക്ലാസ് അവശേഷിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു മേഖലയാണ്. ആ മേഖല ഒരു ഇച്ചിരി ഡ്രൈ ടോപ്പിക് ആണ്. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മനസ്സിന് ഒരു താല്പര്യക്കുറവും പിടിക്കായികയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഈ സൺഡേ ദിവസങ്ങളിൽ ഓരോ മണിക്കൂർ വീതം നമുക്ക് ആ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ, അതായത് 10-ാം തീയതിക്കുള്ളിൽ നമ്മുടെ പേപ്പർ 1 തീർക്കണമെന്നാണ് ഞാൻ കണക്ക് കൂട്ടിയിരുന്നത്. അപ്പൊ 10-ാം തീയതിക്ക് ഉള്ളിൽ നമ്മളുടെ ആ മേഖലയിലുള്ള വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 3 ടോപ്പിക്, ഏൻഷ്യന്റ്, മെഡീവല്, മോഡേൺ തീർന്നു. കേരള ഹിസ്റ്ററി 5 തീർന്നു. ഒരെണ്ണം അവശേഷിക്കാനുള്ള ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. ആർട്ട് ആൻഡ് കൾച്ചർ നമുക്കിപ്പം അധികമായിട്ട് ഇങ്ങോട്ട് വന്നുപോയ വിഷയമാണ്. അത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു 2-3 ഞായറാഴ്ച നമ്മളൊന്ന് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ അത് തീരും നമുക്ക്. അതോടൊപ്പം തന്നെ ഈ 10-ാം തീയതി മുതൽ അടുത്ത 10-ാം തീയതിയിലുള്ള ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഈ പറയുന്ന പേപ്പർ 2 എന്ന് പറയുന്ന ജോഗ്രഫിയും അതേപോലെ തന്നെ എക്കണോമിക്സും നമുക്ക് കവർ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് 10-ാം തീയതി മുതൽ അല്ലെങ്കിൽ 11-ാം തീയതി മുതൽ നമുക്ക് ഈ പറയുന്ന എക്കണോമിക്സിന്റെയും അതേപോലെ ജോഗ്രഫിയുടെയും ക്ലാസ്സുകൾ ആരംഭിക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കേരളത്തിന്റെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ചെറിയ ടോപ്പിക്കാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ടൊന്നും, പക്ഷെ ചെറിയ ടോപ്പിക്കാണ്. സാഹിത്യം എന്ന് പറഞ്ഞ മേഖല, അതേപോലെ കേരളത്തിന്റെ പ്രാചീന കാലത്തുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഒരു ഡ്രൈ ടോപ്പിക്കാണ്. കുറേശ്ശെ എടുത്തു പോകുന്നതായിരിക്കും നമുക്ക് അത് നല്ലത്. അപ്പൊ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പൊ തിങ്കളാഴ്ച മുതൽ നമ്മൾ 2ാമത്തെ പേപ്പറിന്റെ ടോപ്പിക്ക് നമുക്ക് ആരംഭിക്കാം. നാളെ എങ്ങനെയാണ് എന്നെനിക്ക് ഉറപ്പില്ല. തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും ആരംഭിക്കാവുന്നതാണ്. അപ്പൊ നാളെ ഞാൻ ലീവ് പറഞ്ഞിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നാളെ നേരത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വരും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഈ 67 സപ്തകക്ഷി മുന്നണി ഉണ്ടല്ലോ, അത് പിന്നെ 69 ഐക്യ മുന്നണി ആവുമ്പോ CPM മാത്രമാണോ മാറിയിട്ട് ബാക്കിയുള്ള കക്ഷികളൊക്കെ? CPM മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിയുള്ള കക്ഷികളെല്ലാം കൂട്ടത്തിലുണ്ട്, അതാണ് ഐക്യ മുന്നണിയിലുണ്ട്. അതാണ് ഐക്യമുന്നണി. CPM മാത്രമേ മാറുന്നുള്ളൂ. ഏതാണ്? കോൺഗ്രസ് വരുന്നു അല്ലെ? അതെ, അതിന് പകരമായിട്ട് കോൺഗ്രസ് വരുന്നു. കോൺഗ്രസ് വരികയാണ്. CPM-ന് പകരമായിട്ട് കോൺഗ്രസ് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ആണോ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ.